ഗുഡ് മോർണിംഗ്. ഓപ്പണിംഗ് ആഴ്സിന്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. ഒരു മികച്ച ട്രേഡിംഗ് ആഴ്ച തന്നെ ആയിരിക്കട്ടെ എന്ന ശുഭപ്രതീക്ഷയോടെ തന്നെ നമുക്ക് ഷോ തുടങ്ങാം. കൂടെയുള്ളത് ഞങ്ങളുടെ റിസർച്ച് ഹെഡ് ആയിട്ടുള്ള സുരജ് സാറാണ്. സർ, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് അസ്മിൻ. ഏതായാലും ആഗോളതലത്തിൽ പല അനിശ്ചിതാവസ്ഥകൾ നിലനിൽക്കുമ്പോഴും കഴിഞ്ഞ ആഴ്ച വിദേശ നിക്ഷേപകരുടെ തിരിച്ചുവരവ് ആഭ്യന്തര വിപണിക്ക് കരുത്ത് പകർന്നിരുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഈ ആഴ്ചയും ആദ്യത്തെ ഒരു ട്രേഡിംഗ് ഡേ തുടങ്ങുന്നത് തന്നെ മികച്ച ഒരു രീതിയിൽ തന്നെയാണ്. 23,500 എന്നുള്ള ഒരു ലെവൽ മറികടന്നുകൊണ്ട് ഇപ്പോഴും വളരെ പോസിറ്റീവായിട്ട് നിൽക്കുന്ന ഒരു വിപണിയെ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതായാലും അങ്ങനെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. സർ, ആദ്യം നമുക്ക് ഈ മാർക്കറ്റിന്റെയും ടെക്നിക്കൽ സൈഡും ഒക്കെ തന്നെ സംസാരിക്കേണ്ടതുണ്ട്. പക്ഷേ അതിനു മുൻപ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഒരു 5 years അല്ലെങ്കിൽ ഒരു 5 വർഷത്തിന് മുൻപ് നമ്മൾ ഇതേ മാസം അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടം ഫേസ് ചെയ്തിരുന്നത് ലോകത്തുള്ള സകലരും സമാനതകളില്ലാത്ത ഒരു കാലഘട്ടത്തിലൂടെ, ഒരു പാൻഡമിക് സിറ്റുവേഷനിലൂടെയായിരുന്നു കടന്നു പോയിട്ടുണ്ടായിരുന്നത്. കോവിഡ് പാൻഡമിക്കിന് 5 വർഷം തികയുകയാണ്. അല്ലെങ്കിൽ ആ ഒരു വലിയ പാൻഡമിക് നമ്മളിൽ നിന്ന് ഇപ്പോഴും പൂർണ്ണമായിട്ടും വിട്ടൊഴിഞ്ഞിട്ടില്ല എന്ന് തന്നെ പറയാം. പല സെക്ടറുകളിലും, പ്രത്യേകിച്ച് മാർക്കറ്റിലും പല ജീവിതങ്ങളിലും ഒക്കെ തന്നെ വലിയ ഏറ്റക്കുറച്ചിലുകൾ, വലിയ രീതിയിലുള്ള വ്യത്യാസങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എല്ലാ സെക്ടറുകളിലും കാര്യമായിട്ടുള്ള ഒരു ഇടിവ് രേഖപ്പെടുത്തിയപ്പോഴും മെഡിക്കൽ, ഫാർമ, ഹെൽത്ത് കെയർ മേഖലകളിൽ വലിയ ഒരു ബൂം ഉണ്ടായ ഒരു കാലഘട്ടം കൂടിയായിരുന്നു കോവിഡ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ പല ലെവലുകളും പല മേഖലകളും ഇപ്പോൾ ആ ഒരു പ്രീ കോവിഡ് ലെവലിലേക്ക് തിരിച്ചെത്തുന്നു എന്നുള്ള ഒരു വലിയ പ്രതീക്ഷയാണ് ഇപ്പോൾ നിക്ഷേപകരെയും ട്രേഡേഴ്സിനെയും ഒക്കെ സംബന്ധിച്ച് നിലനിൽക്കുന്നത്. ഇനി എടുത്തു പറയാനുള്ളത് PVRന്റെ കാര്യമാണ്. PVRന്റെ കാര്യം പറയുമ്പോൾ തീർച്ചയായിട്ടും എമ്പുരാനിലേക്ക് തന്നെ നമുക്ക് ആദ്യം കടക്കേണ്ടിയിരിക്കുന്നു. 27-ാം തീയതി റിലീസാണ്. ടിക്കറ്റുകളൊക്കെ തന്നെ ഫില്ലായി കഴിഞ്ഞിരിക്കുന്നു. തുടക്കഘട്ടത്തിൽ തന്നെ ടിക്കറ്റുകളെ സംബന്ധിച്ചിടത്തോളം ആദ്യ മിനിറ്റുകളിൽ തന്നെ സകല തിയേറ്ററുകളുടെയും ഒരു ഹൗസ്ഫുൾ ഷോകൾ ബുക്കാകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നമ്മൾ കണ്ടത്. സാർ, ഏതായാലും നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് തന്നെ പോകാം. സാർ ഏതായാലും ടിക്കറ്റൊക്കെ എടുത്ത് റെഡിയായി ഇരിക്കുകയാണെന്നാണ് ഞാൻ അറിഞ്ഞത്. എമ്പുരാൻ കാണാനുള്ള ആ ഒരു ആവേശത്തിൽ, അല്ലേ? ജാസ്മിൻ, ഇത് ജാസ്മിൻ പറഞ്ഞ പോലെ തന്നെ ഏതാണ്ട് 5 കൊല്ലം നമ്മൾ പിന്നിട്ടിരിക്കുന്നു. കോവിഡ് എന്ന് പറയുന്ന ഒരു പാൻഡമിക്കിൽ നിന്ന് ഇന്ത്യ ഉയർത്തെഴുന്നേറ്റ് ഏതാണ്ട് അതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ? നമ്മൾ തന്നെ നമ്മുടേതായ വാക്സിൻ കണ്ടുപിടിച്ച് അതിനനുസരിച്ച് റീപൊസിഷൻ ചെയ്ത ഒരു രാജ്യമാണ് ഇന്ത്യ എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. നമ്മൾ ഇന്നും വി ആർ ഫോർച്ചുനേറ്റ് ഇനഫ് ടു ലിവ് ഇൻ ദിസ് വേൾഡ്. കാര്യം അതിനകത്ത് കഷ്ടകാലത്തിന് നമുക്ക്, അതായത് ദുർഭാഗ്യവശാൽ അൺഫോർച്ചുനേറ്റ്ലി കുറച്ച് ജീവനുകൾ നമുക്ക് നഷ്ടപ്പെട്ടു. കുടുംബത്തിലും, എൻ്റെ കുടുംബത്തിലും എനിക്ക് ഈ കോവിഡ് കാരണം നഷ്ടപ്പെട്ട ബന്ധുക്കൾ എൻ്റെ കുടുംബത്തിലും ഉണ്ട്. ഏതായാലും അതൊക്കെ താണ്ടി വന്ന് നമ്മൾ ഏതാണ്ട് ഒരു ലാസ്റ്റ് 5 കൊല്ലം എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൻ്റെ ഒരു വളരെ നല്ല സമയം തന്നെയായിരുന്നു. ആ സമയത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ? ഏതാണ്ട് ആ കോവിഡ് 2023 വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ലാസ്റ്റ് സാറ്റർഡേ വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ എനിക്കൊന്ന് 20-ാം തീയതി 23-ാം തീയതി 2020 മാർച്ച് മാസത്തിലാണ് വലിയൊരു ക്രാഷ് നിഫ്റ്റിയിൽ സംഭവിച്ചത്. അതിനുശേഷം ഏതാണ്ട് നിഫ്റ്റി 3 times അവിടുന്ന് പെർഫോം ചെയ്തു എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതിൽ തന്നെ ഇപ്പോൾ നമ്മുടെ റിസർച്ച് ഡെസ്കിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വിഷ്ണു തന്ന ഒരു ഡീറ്റെയിൽ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ ശനിയാഴ്ച കണ്ടിരുന്നു. അതിലൊരു പറയുണ്ടായിരുന്നു, അതായത് ഗെയിനേഴ്സും ലൂസേഴ്സും തമ്മിൽ, അതായത് ഏറ്റവും കൂടുതൽ ഗെയിൻ ചെയ്ത സ്റ്റോക്കുകളെ കുറിച്ച് ഒരു ലിസ്റ്റ് തന്നെ കോവിഡിന് ശേഷം വന്നത്. ഒരുപാട് സ്റ്റോക്ക് അതിനകത്ത് നന്നായിട്ട് പെർഫോം ചെയ്തെങ്കിലും ഇപ്പോൾ എനിക്ക് കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് CG പവർ, ക്രോംപ്ടൺ ഗ്രീവ്സിൻ്റെ പവർ ഡിവിഷൻ ഏതാണ്ട് 11,351% ആണ് ആ സ്റ്റോക്ക് റിട്ടേൺ തന്നതെന്നുള്ള. 5 കൊല്ലത്തേക്ക് ഏതൊരു അസറ്റ് ക്ലാസ്സിന് കിട്ടും ഇത്രയും ഒരു റിട്ടേൺ എന്നുള്ളത്? ഗണേഷ് ഹൗസിംഗ് ഏതാണ്ട് 5,990 പ്ലസ് പോസിറ്റീവ് റിട്ടേൺ അത് തന്നു എന്നുള്ളതാണ്. സെൻടെക് 5,157, ഗ്രാവിറ്റ 4,700. ഇങ്ങനെ കുറേ ലിസ്റ്റ് നമ്മുടെ കയ്യിലുണ്ട്. അതായത് 5,000% റിട്ടേൺ തന്നത്, അല്ലെങ്കിൽ 2,000% തന്ന ഒരു 8-10 കമ്പനിയുടെ ലിസ്റ്റ് തന്നെ നമ്മുടെ കൂടെ ഉണ്ട്. അതല്ലാതെ മൾട്ടി ബാഗറായ ഒരുപാട് സ്റ്റോക്സും ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ ചേർത്ത് വെച്ച് നമ്മൾ വായിക്കേണ്ടത് ലൂസേഴ്സ് കൂടെ. ഇപ്പോൾ യെസ് ബാങ്ക് എന്ന് പറയുന്ന സ്റ്റോക്ക് അന്ന് കാലം മുതൽ ഇന്നേ വരെ ഏതാണ്ട് -57% ആണ്. അതിൻ്റെ കൂടെ തന്നെ സി എൻ്റർടൈൻമെൻറ്റ് ഏതാണ്ട് 13% ഡൗൺ ആണ്. റിലാക്സോ 14% ഡൗൺ ആണ്. ടേസ്റ്റി ബൈ 2% ഡൗൺ ആണ്. ഇതിൻ്റെ ഏറ്റവും വലിയ രസം എന്നറിയോ? സാധാരണ നമ്മൾ എപ്പോഴും ഫണ്ടമെൻ്റൽ അനാലിസിസ് പറയുന്നത് നല്ല ക്യാഷ് ഫ്ലോ ഉള്ള, നല്ല പ്രൈസിങ് പവറുള്ള,
നല്ല ബാരിയർ ഓഫ് എൻട്രി മോട്ടുള്ള, അതായത് ആ ബിസിനസ്സിൻ്റെ സ്ഥാനം വേറൊരു ബിസിനസ്സിന് പെട്ടെന്ന് വന്ന് ഏറ്റെടുക്കാൻ പറ്റാത്ത ബിസിനസ്സുകൾ, ഡെപ്റ്റ് ഇല്ലാത്ത, നല്ല പ്രൊമോട്ടറുള്ള, നല്ല റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ്, നല്ല റിട്ടേൺ ഓൺ ഇക്വിറ്റിയും നല്ല ക്യാഷ് ഫ്ലോയുള്ള കമ്പനികൾ, ഒറ്റ പ്രൊമോട്ടർ പ്ലഡ്ജ് പോലും ഇല്ലാത്ത കമ്പനികൾ, അങ്ങനെ ഒരുപാട് കമ്പനികളെ കുറിച്ച് നമ്മൾ എന്നും അഹങ്കരിച്ച് സംസാരിക്കുമായിരുന്നു. അതെല്ലാം അണ്ടർ പെർഫോം ചെയ്ത ഒരു കാലഘട്ടമായിരുന്നു 5 കൊല്ലം. അതിന് പകരം SME ലെവലിലും അല്ലെങ്കിൽ സ്മോൾ ക്യാപ് ലെവലിലും എന്ന് വേണ്ട പ്രോഫിറ്റ് ഇല്ലാത്ത പല കമ്പനിയും 8 ടൈംസും 10 ടൈംസും ഡെലിവറി ചെയ്ത ഒരു കാലഘട്ടമാണ് ലാസ്റ്റ് 5 ഇയേഴ്സ് എന്ന് പറയുന്നത്. ഇതിനകത്ത് പൈസ ഉണ്ടാക്കിയവരുണ്ടാക്കി, ഇല്ലാത്തവർക്ക് മിസ്സായി എന്നല്ലാതെ നമ്മൾ ഒരു സൈഡിലേക്കും പക്ഷം പിടിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. പിന്നെ ഇതിപ്പോൾ ജാസ്മിൻ പറഞ്ഞ പോലെ കോവിഡിൻ്റെ കാര്യങ്ങളൊക്കെ 5 കൊല്ലം എന്ന് പറയുമ്പോൾ ബിസിനസ് സ്റ്റാൻഡേർഡിൽ സാറ്റർഡേ ദേവാംശു ദത്ത എന്ന് പറഞ്ഞ ഒരു വളരെ എമിനൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് മാർക്കറ്റ് റൈറ്റർ ഉണ്ട്. അദ്ദേഹം അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഏതാണ്ട് 1930 വേൾഡ് പോലെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അതായത് അന്ന് പല സ്ഥലത്തും അതോറിറ്റേറിയൻ ഗവൺമെൻറ്, ഒരു പക്ഷേ അദ്ദേഹം ട്രംപ് ചാർജ് എടുത്തതിനെ കുറിച്ചായിരിക്കും അതോറിറ്റേറിയൻ ഗവൺമെൻറ് എന്നാണ്. അതിനുശേഷം ഒരു പാൻഡമിക് ഫ്ലൂ വരുന്നു, അതിനുശേഷം 1929 ഗ്രേറ്റ് ഡിപ്രഷൻ വരുന്നു. ആ ഡിപ്രഷൻ്റെ ഔട്ട്കം വലിയ വലിയ ട്രേഡ് വാർസിലേക്ക് അവസാനിക്കുന്നു, ഒരു പ്രൊട്ടക്ഷനിസ്റ്റ് പോളിസീസിലേക്ക് പല കൺട്രികളും മാറുന്നു. പിന്നെ വളരെ വലിയ ലാർജ് കോൺഫ്ലിക്ട്സ്, ഈ സ്പാനിഷ് സിവിൽ വാർ, സിനോ ജാപ്പനീസ് വാർ, ഇങ്ങനെ പല വാറുകളും ഇവിടെ സംഭവിച്ചു എന്നുള്ളത്. അപ്പോൾ ഇപ്പം നമ്മൾ പാലസ്തീനും മറ്റേ ഇസ്രായേലും യുക്രൈൻ, റഷ്യ, അങ്ങനെ പലതായിട്ട് ഇക്വേറ്റ് ചെയ്ത് ഇതെല്ലാം കൾമിനേറ്റ് ചെയ്തത് വേൾഡ് വാറിലാണെന്നുള്ളതാണ് അദ്ദേഹം പറയപ്പെടുന്നത്. ഇതൊരു നമ്മളൊരു നെഗറ്റീവായിട്ട് പറയുകയല്ല, ഈ ഓരോ ആർട്ടിക്കിൾ വരുമ്പോഴും അതിൻ്റെ റെലവൻസ് നിങ്ങളിലേക്ക് അറിയിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ചുമതലയും കൂടെയാണല്ലോ. അതിൻ്റെ ഒരു കാര്യത്തിൽ നമ്മൾ പറഞ്ഞു പോയെന്നേ ഉള്ളൂ. പിന്നെ ഈ നമ്മൾ അടുത്ത കാലത്ത് പറഞ്ഞു വന്നത് ലൂസിഫർ സിനിമയുടെ റിലീസിനെ കുറിച്ച്. തീർച്ചയായിട്ടും ജാസ്മിൻ അതിലൊരു ഫോർച്ചുനേറ്റ് ആയിട്ടുള്ള, ലക്കി ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാനും. അന്നത്തെ ദിവസം തന്നെ രാത്രി കുടുംബസമേതം സിനിമയ്ക്ക് പോകാനുള്ള ഒരു ടിക്കറ്റും എനിക്ക് കിട്ടി എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അത് PVRനെ കുറിച്ച് സംസാരിക്കേണ്ട സമയം തന്നെയാണ്. അടുത്ത കാലത്തായി നമുക്ക് വരുന്ന ഇൻഫർമേഷനും റിപ്പോർട്ടും അനുസരിച്ച് തീർച്ചയായിട്ടും ഈ പറയുന്ന പോലെ ഹിന്ദി സിനിമകൾ നല്ല രീതിയിലേക്ക് തിരിച്ച് നല്ല ഒരു ട്രാക്ഷൻ ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ PVR എന്ന് പറയുന്നത് വളരെ രസകരമായിട്ടുള്ള ഒരു കഥയാണ്. അതായത് നമ്മൾ സാധാരണ ഇപ്പോൾ ആരെങ്കിലുമൊക്കെ നമ്മൾ ഇത് പറയില്ലേ, എന്തോ ബ്രോക്കറേജ് റിപ്പോർട്ട്സ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏതാണ്ട് സത്യമാണെന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ പലതും. അതായത് ഫോറിൻ ബ്രോക്കറേജസ് ലൈക്ക് മോർഗൻ സ്റ്റാൻലി അല്ലെങ്കിൽ മെക്വെറി, ജെഫ്രീസ്, ബാങ്ക് ഓഫ് അമേരിക്ക ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തോ വലിയൊരു വേദവാക്യമായിട്ടാണ് നമ്മൾ ഇൻവെസ്റ്റേഴ്സ് അതിനെ കണക്കാക്കുന്നത്. ഈ PVRനെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് ഞാൻ പറയാം, CLSAയുടെ അതായത് ഫോറിൻ ബ്രോക്കറേജ് ആണ്, അവരൊരു ഓഗസ്റ്റ് 2023 ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അന്ന് ഇതിന്റെ പ്രൈസ് 1565 ആണ്. ഇന്ന് എനിക്ക് തോന്നുന്നു 900 950 ഇടയിലാണ് അത് ട്രേഡ് ചെയ്യുന്നത്. അന്ന് 1565 ഉള്ളപ്പോൾ അവർ ടാർജറ്റ് പറയുന്നത് 2000 രൂപയാണ് അവർ ടാർജറ്റ്. 2015 ടു ബി പ്രിസൈസ്. അത് കഴിഞ്ഞ് IDBI ക്യാപിറ്റൽ ഒക്ടോബർ 2024 അന്ന് 1620 രൂപയായിരുന്നു. അന്ന് പറഞ്ഞത് 1800 രൂപയാണ് ടാർജറ്റ് പറഞ്ഞു. യെസ് സെക്യൂരിറ്റീസ് നവംബർ 24 അന്ന് 1445 രൂപ വിലയുള്ളപ്പോൾ ടാർജറ്റ് പറഞ്ഞു എത്രയെന്നറിയോ? 1980. അത് കഴിഞ്ഞ് വെഞ്ചൂറ ക്യാപിറ്റൽ ഡിസംബർ 24 CMP 1375 അന്ന് 1375 രൂപ മാർക്കറ്റ് പ്രൈസ് ഉള്ളപ്പോൾ തന്ന ടാർജറ്റ് 2657. അത് കഴിഞ്ഞ് JM ഫിനാൻഷ്യൽസ് ജാനുവരി 25 1100 രൂപ അതിന് PVRന് പ്രൈസ് ഉള്ളപ്പം ഏതാണ്ട് 1980 രൂപ. നുവാമ അവരുടെയാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കവറേജ് വന്നത്. മാർച്ച് 25 അവരുടെ കവറേജ് വന്ന്. അപ്പോൾ പ്രൈസ് 900 ആണ്. അത് മാത്രമാണ്. അതായത് ഞാനിത് പറഞ്ഞു വയ്ക്കുന്നതെന്ന് വെച്ചാൽ ഇൻവെസ്റ്റേഴ്സ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു ബ്രോക്കറേജസോ അല്ലെങ്കിൽ ഫോറിൻ ബ്രോക്കറേജ് ആയിക്കോട്ടെ, ലോക്കൽ ബ്രോക്കറേജ് ആയിട്ട്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ബ്രോക്കറേജ് ആയിട്ട്, റീറ്റെയിൽ ബ്രോക്കേഴ്സ് ആയിക്കോട്ടെ, ഇവരൊക്കെ ഇറക്കുന്ന ബ്രോക്കിംഗ് റിപ്പോർട്ട്സ് ഒക്കെ വേദവാക്യമാണെന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത്. എന്നും നമ്മൾ ആ മാർക്കറ്റിൽ ആ ഇൻഡസ്ട്രിയുടെ ഫണ്ടമെന്റൽസും ഇൻഡസ്ട്രി പാരാമീറ്റേഴ്സും ഇൻഡസ്ട്രിയുടെ ഗ്രോത്തും അനുസരിച്ച് വേണം. കാര്യം ഇതൊരു ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിയായിട്ട് വേണം കണക്കാക്കാൻ കേട്ടോ. ഇൻഫ്രാസ്ട്രക്ചർ സ്റ്റേറ്റസ് അവർക്ക് ഇല്ലെങ്കിലും PVR എന്ന് പറയുന്നത് ചെയിൻസ് ഓഫ് തിയേറ്റേഴ്സ് ഓൾ ഇന്ത്യ ലെവലുണ്ട്. ഒരുമാതിരി മോണോപോളിസ്റ്റിക് ആയിട്ടുള്ള ബിസിനസ്സാണ്. ആ ബിസിനസ്സിന് പോലും ഈ പറഞ്ഞ പോലെ ലാസ്റ്റ് 4-5 ഇയേഴ്സിൽ ട്രാക്ഷൻ കിട്ടിയിട്ടില്ല എന്നാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഈ PVRന്റെ കാര്യം പറഞ്ഞാൽ, ഇപ്പോൾ ലൂസിഫറിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ഓർത്തത്. അതായത് റെക്കോർഡ് പ്രീ ടിക്കറ്റ് സെയിൽസ് എന്നാണ് പറയുന്നത്. റെക്കോർഡ് പ്രീ ടിക്കറ്റ് സെയിൽസ് ആണ് അത് ബീറ്റ് ചെയ്ത്. ഏതാണ്ട് എനിക്ക് തോന്നുന്നു 93,500 ടിക്കറ്റ്സ് അവർ വിറ്റു എന്ന് തോന്നുന്നു.
93,500 ടിക്കറ്റ്സ് എന്ന് പറഞ്ഞാൽ ലിയോ എന്ന് പറയുന്ന സിനിമയെ ബീറ്റ് ചെയ്തു എന്നാണ് പറഞ്ഞത്. 82,000 ടിക്കറ്റ്സ് ആണ്, യൂണിറ്റ്സ് ആണ് നമ്മുടെ ലിയോ വിറ്റത്. ഏതാണ്ട് 80,000 പുഷ്പ 2 വിറ്റത്. ഇവർ രണ്ടുപേരെയും ബീറ്റ് ചെയ്ത് ലൂസിഫർ റെക്കോർഡിലേക്ക് എത്തി എന്നുള്ളതാണ് വളരെ ആശ്വാസകരമായിട്ടും അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അത് മാത്രമല്ല, സമീപകാലത്തെ ഒരു ചരിത്രം പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ ഒരു ചിത്രത്തിനും ലഭിച്ചിട്ടില്ലാത്ത ഒരു പ്രീ റിലീസ് ഹൈപ്പാണ് എമ്പുരാന് കിട്ടിയിരിക്കുന്നത് എന്നുള്ളതാണ്. അത് മാത്രമല്ല സാർ, ഈ മൾട്ടിപ്ലക്സ് തിയേറ്റേഴ്സ് നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ടിക്കറ്റിനൊക്കെ പൊള്ളുന്ന വിലയാണ്. പക്ഷേ ഈ വില കൊടുത്തും എടുക്കാൻ അല്ലെങ്കിൽ ആ ടിക്കറ്റ് കിട്ടാത്ത അത്രയും ബുദ്ധിമുട്ടിൽ പോലും ആളുകൾ ഇത് അഫോർഡ് ചെയ്യാൻ തയ്യാറാണ് എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. ആ ചലച്ചിത്രത്തിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ച ഡയറക്ടറും അതിൻ്റെ ആക്ടേഴ്സും ഒക്കെ പറഞ്ഞത് മലയാളത്തിൻ്റെ ഒരു അറ്റംപ്റ്റ് ആണ്, അതായത് ഒരു നാഷണൽ പാൻ ലെവലിലേക്ക് ഒരു സിനിമ എടുക്കുക എന്നുള്ളത്. ഇത് ഹിറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മലയാളത്തിൽ ഇതേപോലത്തെ വലിയ വലിയ സിനിമകൾ വരും. അതായത് നാഷണൽ ലെവലിലും ഗ്ലോബൽ ലെവലിലേക്കും കടപിടിക്കാവുന്ന ടെക്നീഷ്യൻസ് ഉള്ള ഒരു ഇൻഡസ്ട്രിയാണ് മലയാളം എന്ന് പറയുന്നത്. അതിൽ നിന്ന് വലിയ വലിയ സിനിമയിലേക്ക് വരാം, വലിയ വലിയ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അതിന് വരാം, ചിലപ്പോൾ മൾട്ടിനാഷണൽ കമ്പനീസ് വരെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കാം എന്നുള്ളത് പറയുന്നത്. ഈ PVRന്റെ കഥ പറയുകയാണെങ്കിൽ അത് ഏതാണ്ട് നമ്മൾ ഈ ഡൽഹി വസന്ത് വിഹാറിൽ പ്രിയ സിനിമാസ് എന്നൊരു കമ്പനി എന്നാണ് തുടങ്ങുന്നത്. ഇപ്പോഴത്തെ പ്രൊമോട്ടർ അജയ് ബിജ്ലിയുടെ അച്ഛനാണ് ഈ പ്രിയ മൂവീസിനെ മേടിക്കുന്നത്. അവർക്ക് ട്രക്കിംഗ് ബിസിനസ്സാണ്, ഫാമിലിപരമായിട്ട് പഞ്ചാബി ഫാമിലിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതാണ്ട് 1978 അവരിത് കമ്പനി മേടിക്കുന്നത്. എന്നിട്ട് എനിക്ക് തോന്നുന്നു അവരൊരു 1995 വില്ലേജ് റോഡ് ഷോ എന്ന് പറയുന്ന ഒരു ഓസ്ട്രേലിയൻ തിയേറ്റർ ഗ്രൂപ്പായിട്ട് ഇവർ ടൈപ്പ് ചെയ്യണം. അപ്പോൾ പ്രിയ തിയേറ്ററും ഡൽഹിയിലുള്ള വില്ലേജ് റോഡ് ഷോയുടെ VR-ഉം കൂടെ ചേർന്നാണ് PVR എന്ന പേര്. അപ്പൊ പ്രിയ വില്ലേജ് റോഡ് ഷോ എന്നാണ് ഈ കമ്പനിയുടെ മുഴുവൻ പേരായിട്ട് വരുന്നത്. 2003 വില്ലേജ് റോഡ് ഷോ ഇതിൽ നിന്ന് പിൻവലിക്കുകയാണ്. പകരം എനിക്ക് തോന്നുന്നു അന്ന് ആ ഒരു സീഡ് ക്യാപിറ്റൽ കൊടുത്തത് ICICI ആണ്. 40 കോടിക്ക് ICICI എങ്ങാണ്ട് ഒരു സീഡ് ക്യാപിറ്റൽ കൊടുത്തിട്ടാണ് അവിടുന്ന് ഇത് ഡെവലപ്പ് ചെയ്ത് ഈ കമ്പനി വരുന്നത്. ഏതാണ് 2006 അവർ NSE ലിസ്റ്റിംഗിലേക്ക് പോവുകയും ചെയ്തു. പിന്നെ അത് കഴിഞ്ഞൊരു ഫ്ലറി ഓഫ് ടേക്ക് ഓവർ ആയിരുന്നു. അവർ ഒറ്റയ്ക്ക് നിൽക്കുകയായിരുന്നില്ല. അതായത് ഇന്ത്യയിലെ ലാർജസ്റ്റ് മൾട്ടിപ്ലക്സ് ചെയിൻ ആവാൻ വേണ്ടിയിട്ട് അവർ സിനിമാക്സിനെ മേടിച്ചു, DT സിനിമാസിനെ മേടിച്ചു, SPI സിനിമാസിനെ മേടിച്ചു, ഐനോക്സിനെ മേടിച്ചു, ലക്സെ സിനിമാസിന് വരെ മേടിച്ചു. ഇപ്പം എനിക്ക് തോന്നുന്നു നമ്മുടെ ഇവിടെ തന്നെ എറണാകുളത്ത് ഒരുപാട്, നമ്മൾ ഈ സംസാരിക്കുമ്പോൾ കേരളത്തിലും എറണാകുളത്തുമായിട്ട് അവരുടെ തന്നെ നല്ലൊരു നമ്പർ ഓഫ് മൂവി ഹാൾസ് അവർക്ക് ഉണ്ട് എന്നുള്ളതാണ്. ഈ PVR സ്റ്റോക്ക് ഹൈ പോയത് 2114 രൂപ വരെ പോയിട്ട് ഇപ്പാണ് 950 അത് ട്രേഡ് ചെയ്യുന്നത്. August 22 അത് ഹൈ അടിച്ചത് എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് കോവിഡ് കഴിഞ്ഞ് 2 കൊല്ലം കഴിഞ്ഞപ്പോൾ. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഏതാണ്ട് ഈ കമ്പനിക്ക് ഡെറ്റ് തന്നെ എന്താണ്ട് 1300 കോടിയാണ്. പിന്നെ ഈ പറയുന്ന പോലെ ജാസ്മിൻ പറഞ്ഞൊരു പോയിന്റ് ഉണ്ടല്ലോ, അതായത് സിനിമ പൊള്ളുന്ന വിലയാണ് ഇതിൻ്റെ ടിക്കറ്റ് എന്ന് പറഞ്ഞത്. ഏതാണ്ട് 50 തൊട്ട് 52% വരെയാണ് ഇവർക്ക് ബോക്സ് ഓഫീസിൽ നിന്നുള്ള കളക്ഷൻ ഉണ്ട്. ബോക്സ് ഓഫീസ് എന്ന് പറഞ്ഞാൽ ടിക്കറ്റ് സെയിൽസും പിന്നെ ഇവർക്ക് ഡിസ്ട്രിബ്യൂഷൻ ബിസിനസ്സും കൂടെ ഉണ്ട് കേട്ടോ. അതും കൂടെ ചേർത്ത് 50-52% ആണ് അവർക്ക് വരുന്നത്. കൂടുതലും അവർക്ക് എന്താ നല്ല രീതിയിൽ ഒരു റിട്ടേൺ കിട്ടുന്നത് F&B എന്നാണ്. അതായത് ഫുഡും അതായത് ബെവറേജസും, അതായത് പോപ്കോണും മറ്റുള്ള പിസ്സാസും ബർഗേഴ്സും കോളാസ് ഒക്കെ വിൽക്കുന്നതിലൊക്കെയാണ് അവർക്ക് കൂടുതൽ പൈസ കിട്ടുന്നത്. അത് ഏതാണ്ട് 30-22% ഒക്കെയാണ് അവർക്ക് വരിക. പിന്നെ ആഡ്സ് ഒരു 7.5% ഒരു റവന്യൂ. അത് കഴിഞ്ഞ് ഈ കൺവീനിയൻസ് ഫീ ഏതാണ്ട് 3.5%. പിന്നെ എല്ലാം കൂടെ അതേഴ്സ് എല്ലാം കൂടെ ചേർന്ന് 4-8% ആണ് ഇവർക്ക് വരുന്നത്. ഇപ്പോൾ ഈ മാനേജ്മെന്റ് ഈ PVR-നെ നമ്മളെ കുറിച്ച് എടുത്ത് പറയാനെന്നറിയോ, ഈ അടുത്ത കാലത്ത് മൂവീസിന് ഒരു ട്രാക്ഷൻ വന്നു. ഹിന്ദി സിനിമയിൽ ലൂസിഫർ ഒരു വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കി. ലൂസിഫർ അല്ല, എമ്പുരാൻ വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കി. ഇതൊക്കെ വന്ന് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ഈ PVR എന്ന് പറയുന്ന സ്റ്റോക്കിനെ കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് പഠിക്കേണ്ടിയിരിക്കുന്നു. കാര്യം ഇത്രയും നാൾ അതൊരു ഡൗൺ ട്രെൻഡിലായിരുന്നു. ഇതിന്റെ ട്രെൻഡ് ചേഞ്ച് ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നു. നമുക്ക് നമ്മുടെ ടെക്നിക്കൽ അനാലിസ്റ്റ് ആനന്ദ് എന്ന് ജോയിൻ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആനന്ദിന്റെ അടുത്ത് ഇതിനകത്ത് ചോദിക്കാന്നുള്ളതാണ്. പക്ഷെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞ് അവസാനിക്കുക, 2-3 പോയിന്റും കൂടെ. അതായത് അവരുടെ സ്ട്രാറ്റജി അവർ മാറ്റി എന്നുള്ളത്. അതായത് അവർ കൂടുതൽ അസറ്റ് ലൈറ്റ് സ്ട്രാറ്റജിയിലേക്ക് പോയി. ഈ അസറ്റ് ലൈറ്റ് എന്ന് പറയുമ്പോൾ ഇനി അവർ ഒരിക്കലും ഓൺ ചെയ്യില്ല. അതായത് ഇനി തിയേറ്റർ ഒന്നും അവർ ഓൺ ചെയ്യാൻ പോകുന്നില്ല. അവരതിന് എന്താ പറയാ റിനോവേഷൻസ് ഒന്നും ചെയ്യില്ല. അവർ പറയുന്നത് വെച്ചാൽ മോള് ഡെവലപ്പ് ചെയ്യുന്നവർ തന്നെ ഈ തിയേറ്ററൊക്കെ ഡെവലപ്പ് ചെയ്യട്ടെ, ഇവരത് മാനേജ് ചെയ്ത് മുന്നോട്ട് പോകും. അപ്പൊ ഇവരുടെ ബാലൻസ് ഷീറ്റിൽ ഇനി അത്ര ക്യാപിറ്റൽ ഹെവി ആവില്ല. അവരൊരു അസറ്റ് ലൈറ്റ് ആയിട്ട് പോകാനാണ് ഇനി മുതൽ അവർ ശ്രമിക്കുന്നത്. പിന്നെ രണ്ടാമത് അവർ ഉദ്ദേശിക്കുന്നത് ഈ F&Bയുടെ റവന്യൂ ഒന്ന് ഭയങ്കരമായിട്ട് കൂട്ടുക. അതായത് ഫുഡിൽ നിന്ന്, അതായത് QSR റെസ്റ്റോറൻറ്റിൽ ക്വിക്ക് സർവീസ് റെസ്റ്റോറൻറ്റ്സ് ഒക്കെ അവർ തിയേറ്ററിലേക്ക് കൊണ്ടുവരാൻ അവർ നോക്കുന്നത്. ദേവയാനി ഇന്റർനാഷണൽ ആയിട്ട് അവർ ടൈപ്പ് ചെയ്യുന്നത്. ദേവയാനി എന്ന് പറയുമ്പോൾ നമ്മുടെ കോസ്റ്റാ കോഫി, KFC, പിസ്സ ഹട്ടിന്റെ ഒക്കെ ഇന്ത്യൻ ഫ്രാഞ്ചൈസി അവരൊക്കെ ആയിട്ട് ടൈപ്പിന് വേണ്ടി അവർ ശ്രമിക്കുന്നു എന്നുള്ള. പിന്നെ എക്സിസ്റ്റിംഗ് മോൾസ് ആയിട്ട് തന്നെ റെന്റൽസ് അവർ റീനെഗോഷിയേറ്റ് ചെയ്യുന്നു. അതായത് വളരെ ഹൈ റെന്റൽസ് ആയിരുന്നു, ഇനി അതൊക്കെ കുറയ്ക്കണം എന്നുള്ള സ്ട്രാറ്റജിയിലേക്ക് PVR മാറുന്നുണ്ട്. അതുകൂടാതെ ലൈവ് ഈവൻസ് എന്ന് പറയുമ്പോൾ കൺസേർട്സ്,
ബർത്ത്ഡേ പാർട്ടീസിനൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതായത് നമുക്ക് ഫാമിലി ആയിട്ട് വേണമെങ്കിൽ ഒരു തിയേറ്റർ ബുക്ക് ചെയ്യാം, ഒരു ഷോ കംപ്ലീറ്റ് ബുക്ക് ചെയ്യാം, അതിനുവേണ്ടി അവർ ഇമ്പോർട്ടൻറ്റ്. പിന്നെ പ്രൈവറ്റ് ഗെറ്റ് ടുഗെദേഴ്സ്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ ഈ സ്പോർട്ടിംഗ് ഇവന്റ്സ് ഉണ്ടല്ലോ, അതായത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ്, IPL എന്നിങ്ങനെയൊക്കെ ഡെയിലി ഷോ കൊണ്ടുവരിക. നമ്മുടെ ബാസ്കറ്റ് ബോളിന്റെ ഒക്കെ ഉണ്ടല്ലോ, NBA, അതിന്റെയൊക്കെ കാണിക്കുക എന്നുള്ള രീതിയിലേക്കൊക്കെ ചില തിയേറ്ററുകളെ അവരെ മാറ്റിയെടുക്കുന്നുണ്ട്. പലയിടത്തും ടെസ്റ്റ് കേസ് ആയിട്ട് അവർ നടത്തുന്നുണ്ട്. പിന്നെ ഈ കണ്ടന്റുകളിൽ തന്നെ അവർ ചേഞ്ച് വരുന്നുണ്ട്. അതായത് ഓസ്കർ ഫിലിം ഫെസ്റ്റിവൽ, അല്ലെങ്കിൽ അങ്ങനത്തെ കാൻസ് ഫിലിം ഫെസ്റ്റിവൽ, അതായത് ആഴ്ചതോറും റൺ ചെയ്യുന്ന കാണാത്ത സിനിമകൾ കൊണ്ടുവന്ന് നമ്മുടെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത്. പിന്നെ ഈ നോൺ ഇംഗ്ലീഷ് ലാംഗ്വേജ്, ഇപ്പൊ ടർക്കിഷ് മൂവീസ് ഒക്കെ, സ്പാനിഷ് മൂവീസ്, ടർക്കിഷ് മൂവീസ് ഒക്കെ ഭയങ്കര ഫേമസ് ആണ്. അങ്ങനത്തെ മൂവീസ് ഒക്കെ കൊണ്ടുവരിക. പിന്നെ ഈ ഹൈ ക്വാളിറ്റി കണ്ടന്റ് ഇല്ലേ, നമ്മൾ പറയില്ലേ 4D, IMAX, ഡയറക്ടേഴ്സ് കട്ട് എന്നിങ്ങനെയുള്ള സ്ക്രീൻസ് കൊണ്ടുവരിക. ഇതൊക്കെയാണ് അവരുടെ ഒരു എന്താ പറയുക നല്ല രീതിയിലുള്ള പുതിയ സ്ട്രാറ്റജി ആയിട്ട് വരുന്നത്. മൂവി ഡിസ്ട്രിബ്യൂഷനിലേക്കും അവരൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞു. ഇതൊക്കെ PVRന്റെ ന്യൂ സ്ട്രാറ്റജീസ് ആണ്, ന്യൂ പ്ലാൻസ് ആണ്. തീർച്ചയായിട്ടും ഇപ്പോൾ വരുന്ന ഹോളിവുഡിലും മോളിവുഡിലും ടോളിവുഡിലെയും ന്യൂസുകൾ തീർച്ചയായിട്ടും ഒരു സിനിമ എക്സിബിഷൻ ചെയിനിന് അല്ലെങ്കിൽ ഒരു മൾട്ടിപ്ലക്സ് ചെയിനിന് വളരെ പോസിറ്റീവാണ്. തീർച്ചയായിട്ടും ഇൻവെസ്റ്റേഴ്സ് ഇത് സ്റ്റോക്ക് ഒന്ന് വാച്ച് ലിസ്റ്റ് ചെയ്യുക. ഇതൊരു റെക്കമെൻഡേഷൻ ആയിട്ട് കണക്കാക്കരുത്. ഞങ്ങൾ ജസ്റ്റ് ഞങ്ങളുടെ മുന്നിൽ വരുന്ന ഇൻഫർമേഷൻ നിങ്ങൾക്കൊരു ആക്ഷണബിൾ ഐഡിയ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഇത് പറഞ്ഞു എന്നേ ഉള്ളൂ. ആ PVRനെ കുറിച്ചുള്ള ടെക്നിക്കൽ അറിയാൻ വേണ്ടി നമുക്കൊന്ന് ആനന്ദിന്റെ അടുത്ത് പോവാം. അതെ സർ, അതിനു മുൻപ് ആനന്ദിലേക്ക് വരാം. പക്ഷേ ഈ PVRനെ സംബന്ധിച്ചിടത്തോളം ലാസ്റ്റ് 2 വർഷം നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ കാര്യമായിട്ടുള്ള മുന്നേറ്റം ഒന്നും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് വിക്കി കൗശലിന്റെ ഈ ഒരു ചാവ എന്ന് പറയുന്ന സിനിമ വന്നതിന് ശേഷം വലിയ ഒരു രീതിയിലുള്ള ഹൈപ്പ് PVRനെ സംബന്ധിച്ചിടത്തോളം പ്രോഫിറ്റബിലിറ്റിയിലാണെങ്കിലും ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് ബ്രോക്കറേജുകൾ അടക്കം വിലയിരുത്തുന്നത്. അത് മാത്രമല്ല, ഇനി ഈദ് റിലീസായിട്ട് വരാനിരിക്കുന്നത് സൽമാൻ ഖാന്റെ പുതിയ ചിത്രമാണ്. സൽമാൻ ഖാന്റെ സിക്കന്ദറിനായിട്ടാണ് ഇനി PVR ഏറ്റവും അധികം എമ്പുരാൻ പോലെ തന്നെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണ് അത്. അപ്പോൾ അതും അടുത്ത ഒരു ക്വാർട്ടറിൽ, 4th ക്വാർട്ടറിൽ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം മികച്ച ഒരു പ്രോഫിറ്റബിലിറ്റി ഇൻ കേസ് ഓഫ് എല്ലാ പാരാമീറ്റേഴ്സിലും എബിഡയിലടക്കം കാര്യമായിട്ടുള്ള ഒരു മൂവ്മെന്റ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു രീതി കൂടിയാണുള്ളത്. അതോടൊപ്പം തന്നെ സാർ പറഞ്ഞ നുവാമ ബ്രോക്കറേജിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് PVRനെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ട് ഏകദേശം 100% അപ്സൈഡ് പൊട്ടൻഷ്യൽ ഇനിയും PVRന് ഈ പറഞ്ഞ സിനിമകളിലൂടെയൊക്കെ തന്നെ വരാൻ സാധ്യതയുള്ള ഒരു നേട്ടത്തിന്റെ അടിസ്ഥാനത്തിൽ 100% ഒരു അപ്സൈഡ് പൊട്ടൻഷ്യലാണ് PVRന് നുവാമ കൽപ്പിക്കുന്നത്. അതായത് നിലവിൽ 960 രൂപ 80 രൂപ എന്നുള്ള ഒരു റേഞ്ചിൽ ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 1765 രൂപ എന്നുള്ള ഒരു ലെവലിലേക്ക് ഉയരാനുള്ള ഒരു സാധ്യതയാണ് നുവാമ ഈ ഒരു സ്റ്റോക്കുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നത്. അതായത് നിലവിലെ പ്രൈസിൽ നിന്നും ഏകദേശം ഡബിൾ ആകാനുള്ള ഒരു സാധ്യത. ഏതായാലും മാർക്കറ്റിനെ നമുക്ക് ഒരു സാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ടെക്നിക്കൽ അനാലിസിസ് കൂടി അറിയേണ്ടതുണ്ട്. ഏതായാലും ഇന്ന് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നത് റിസർച്ച് ഡെസ്കിൽ നിന്ന് ആനന്ദാണ്. ആനന്ദ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ജാസ്മിൻ. ആദ്യം നമ്മൾ മാർക്കറ്റിലേക്ക് തന്നെ പോകാം. ഏതായാലും ഇന്ന് പല അനലിസ്റ്റുകളും അതോടൊപ്പം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്ന പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് ലെവലായിട്ടുള്ള 23,500 എന്നുള്ള ഒരു ലെവൽ ക്രോസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഹൈ ആണ് ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. 23,519 വരെ നിഫ്റ്റി ഇന്ന് പോയിട്ടുണ്ട്. ഇപ്പോഴും വളരെ പോസിറ്റീവായിട്ട് ഒരു 0.5% നേട്ടം നമുക്ക് കാണാനും സാധിക്കുന്നുണ്ട്. നിലവിൽ നിഫ്റ്റിയുടെ ഒരു അണ്ടർടോൺ എങ്ങനെയാണ്, ഒപ്പം പ്രധാനപ്പെട്ട ലെവൽസ് ഏതൊക്കെയാണ്? യെസ് ജാസ്മിൻ, നിഫ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഞാൻ ലാസ്റ്റ് എപ്പിസോഡ് പറഞ്ഞ പോലെ നിഫ്റ്റി നല്ല രീതിക്ക് സ്ട്രെച്ചിലാണ് നിഫ്റ്റി നിലവിൽ നിൽക്കുന്നത്. അതുപോലെ തന്നെ വേറൊരു ഇൻസൈറ്റും കൂടി നോക്കുകയാണെങ്കിൽ എപ്പോഴൊക്കെ നിഫ്റ്റി ഒരു ബിൽട്ടപ്പ് നടത്തിയിട്ട് ബ്രേക്ക്ഔട്ട് നടത്തിയിട്ടുണ്ടോ ആ ഒരു സമയത്ത് നടക്കുന്ന ഒരു മൂവ്മെന്റ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 4.5 to 5.2% മൂവ്മെന്റ് ആണ്. ഓക്കെ, ഞാൻ റിപ്പീറ്റ് ചെയ്യാം. അതായത് എപ്പോഴൊക്കെയാണ് നിഫ്റ്റി ഒരു ബിൽഡപ്പ് നടത്തിയിട്ട് ബ്രേക്ക്ഔട്ട് നടത്തുന്ന സിറ്റുവേഷനിൽ നിഫ്റ്റിയുടെ മൂവ്മെന്റ് എന്ന് വെച്ചാൽ 4.5 to 5.2% ആണ്. നിലവിൽ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഏകദേശം 5.4% മുന്നേറ്റം നിലവിൽ നിഫ്റ്റി നടത്തിക്കഴിഞ്ഞു. ആൻഡ് ഒരു മേജർ റെസിസ്റ്റൻസിലേക്ക് അപ്രോച്ചിങ് കൂടിയാണ് നിഫ്റ്റി. നമ്മൾ നിഫ്റ്റിയുടെ ബാക്കി ഓപ്പൺ ഇൻട്രസ്റ്റ്, ഈ ഒരു ദിവസത്തെ ഓപ്പൺ ഇൻട്രസ്റ്റ് ബാക്കി കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നിലവിൽ ഏറ്റവും അധികം കോൾ റൈറ്റിംഗ് നിലവിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ലെവൽ എന്ന് പറയുന്നത് 23,500 എന്ന് പറയുന്ന ലെവലാണ്. ആ ഒരു ലെവലിൽ തന്നെയാണ് നിലവിൽ നിഫ്റ്റി ട്രേഡിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു വളരെ സ്ട്രോങ് റെസിസ്റ്റൻസ് തന്നെ വേണം നമുക്കതിനെ പറയാൻ പറ്റും.
ആൻഡ് നിഫ്റ്റി ബാക്കി ഒരു സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഒരു സ്ട്രേറ്റ് ലൈനിലാണ് നിഫ്റ്റി ആ ഒരു റെസിസ്റ്റൻസിനോട് അപ്രോച്ച് ചെയ്ത് നമുക്ക് നിലവിലൊരു ഫസ്റ്റ് ഹാഫിൽ ഒരു സെല്ലിംഗ് ആണ് നമ്മളിപ്പോൾ നിലവിൽ കാണാൻ സാധിക്കുന്നത്. ആൻഡ് നമുക്കൊരു സെക്കൻഡ് ഹാഫ് ഒക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് നിഫ്റ്റിയിലൊരു ഒരു ബുള്ളിഷ്നെസ് നമുക്ക് നിഫ്റ്റിയിൽ എക്സ്പെക്ട് ചെയ്യാം. പക്ഷേ അത് സസ്റ്റെയിൻ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ബിക്കോസ് നിഫ്റ്റി ഓൾറെഡി സ്ട്രെച്ച്ഡ് ആണ്. ഒരു മേജർ റെസിസ്റ്റൻസിലേക്ക് നിഫ്റ്റി അപ്രോച്ചിങ് ആണ്. മാർക്കറ്റ് ഒരിക്കലും ഒരു സ്ട്രേറ്റ് ലൈനിൽ മൂവ് ചെയ്യില്ല. അതുപോലെ തന്നെ വീണ്ടും നോക്കുകയാണെങ്കിൽ എപ്പോഴൊക്കെയാണ് ഒരു ബിൽഡപ്പ് നടത്തിയിട്ട് ഒരു ബ്രേക്ക്ഔട്ട് നടത്തിയേക്കുന്നത്, ആ സമയത്ത് ഏകദേശം ഒരു 4.5 to 5.2% മൂവ്മെൻറ്റ് മാർക്കറ്റ് നടത്താറുള്ളൂ. അതല്ലാതെ തന്നെ നിഫ്റ്റി ഇപ്പം ആ ഒരു കണ്ടീഷൻ ഒരെണ്ണം. സെക്കൻഡ്ലി ഒരു ബോട്ടം ക്രിയേറ്റ് ചെയ്ത് നിഫ്റ്റി റിവേഴ്സ് ചെയ്യുന്ന സമയത്താണെങ്കിൽ, അതായത് ഒരു ബോട്ടം ക്രിയേറ്റ് ചെയ്യുന്നു, നിഫ്റ്റി വീണ്ടും അപ്സൈഡിലേക്ക് പോകുന്നു വിത്തൗട്ട് ഹാവിങ് എനി പുൾ ബാക്ക്. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻ ആണെങ്കിൽ നിഫ്റ്റിയുടെ ഒരു മാക്സിമം മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് 5.5 to 6% മൂവ്മെൻ്റ് ആണ്. പക്ഷേ അത് മോസ്റ്റ്ലി ഒരു ഓൾ ടൈം ഹൈ ബ്രേക്ക്ഔട്ടിൻ്റെ സമയത്ത് അല്ലെങ്കിൽ ഒരു മാസീവ് സെല്ലിംഗ് നടന്ന സമയത്ത് നിഫ്റ്റി അങ്ങനത്തെ ഒരു മൂവ്മെൻറ്റ് കാഴ്ചവെച്ചിട്ടുള്ളൂ. സോ ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ആ ഒരു 4.5 to 5.3% ആ ഒരു മൂവ്മെൻറ്റ് നമുക്ക് നിഫ്റ്റിയിൽ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. സോ നിഫ്റ്റിയിൽ ഇന്നത്തെ ഒരു മേജർ റെസിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ നിലവിൽ ഇന്നത്തെ ഡേ ഹൈ തന്നെയാണ് ഏകദേശം 23,520 എന്ന് പറയുന്ന ലെവൽ. ആൻഡ് ഒരു സപ്പോർട്ട് നോക്കുകയാണെങ്കിൽ 23,433. നിഫ്റ്റി ഒരു 23,500 ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് നോക്കാവുന്ന റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 23,600 എന്ന് പറയുന്ന ലെവലാണ്. ആൻഡ് അത് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന 23,693 എന്ന് പറയുന്ന ലെവൽ ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ആൻഡ് ഒരു മേജർ റെസിസ്റ്റൻസ് ആയിട്ട് നിലവിൽ കിടക്കുന്ന ഒരു ലെവൽ എന്ന് പറഞ്ഞാൽ 23,800 ആണ്. നമ്മൾ ഡൗൺ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ നിലവിൽ നമ്മുടെ ഡേ ലോ ആണ് ഇന്നത്തെ മേജർ സപ്പോർട്ട് 23,433. ആൻഡ് അത് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഒരു സപ്പോർട്ടായിട്ട് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന 23,274 to 278 ആ ഒരു 4 പോയിന്റ് റേഞ്ച് നമുക്കൊരു സ്ട്രോങ് സപ്പോർട്ടായിട്ട് എക്സ്പെക്ട് ചെയ്യാം. അത് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഒരു ഷോർട്ട് ടേം വ്യൂ ആണ്. നെക്സ്റ്റ് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 23,100 140 ആ ഒരു റേഞ്ച് നമുക്കൊരു സപ്പോർട്ടായിട്ട് എക്സ്പെക്ട് ചെയ്യാം. ജാസ്മിൻ. യെസ്, ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 680-ലധികം പോയിന്റുകളുടെ ഒരു മുന്നേറ്റം കാണാൻ സാധിക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് 1.35% ഒരു നേട്ടം ബാങ്ക് നിഫ്റ്റി ഓൾറെഡി തന്നിരിക്കുകയാണ്. 51,275 എന്നുള്ള ഒരു ഹൈ ടച്ച് ചെയ്തുകൊണ്ടാണ് ഇന്ന് ബാങ്ക് നിഫ്റ്റി ഇപ്പോഴും ആ ഒരു ലെവൽ 51,200 എന്നുള്ള ഒരു ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനും സാധിക്കുന്നുണ്ട്. ഈ ഒരു ഹൈ ലെവൽസിൽ പ്രധാനമായിട്ടും വാച്ച് ചെയ്തിരിക്കേണ്ട ലെവൽസ് ഏതൊക്കെയാണ്? നമ്മൾ നിഫ്റ്റിനെ വെച്ച് ബാങ്ക് നിഫ്റ്റി കമ്പയർ ചെയ്യുമ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ സ്ട്രക്ചർ അല്ലെങ്കിൽ ആ ഒരു ബാങ്ക് നിഫ്റ്റിയുടെ ആ ഒരു റെസിസ്റ്റൻസ് അപ്രോച്ച് ചെയ്യുന്ന രീതി കുറച്ചും കൂടി സ്ട്രോങ് ആണ് ബാങ്ക് നിഫ്റ്റിക്ക്. ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി നിലവിൽ ഒരു ബോട്ടം ക്രിയേറ്റ് ചെയ്ത് ഏകദേശം ഒരു 7% മുന്നേറ്റം, പ്രോഫിറ്റ് ബുക്കിംഗ് ഇല്ലാതെ തന്നെ ഒരു 7% മുന്നേറ്റം നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് ഒരു മേജർ ഏരിയാസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നിലവിൽ മേജർ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാൻ സാധ്യതയുള്ളൊരു ഏരിയ എന്ന് പറയുന്നത് 51,616 781. ആ ഒരു ഏകദേശം ഒരു 110 പോയിന്റ്സിൻ്റെ ഒരു റേഞ്ച് നമുക്കൊരു മേജർ റെസിസ്റ്റൻസ് ആയിട്ട് എക്സ്പെക്ട് ചെയ്യാം. ആൻഡ് നിലവിൽ ഒരു മേജർ സപ്പോർട്ടായിട്ട് കിടക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് നിലവിൽ 50,700 50,680 700 ആ ഒരു 20 പോയിന്റ്സിൻ്റെ റേഞ്ച് നമുക്കൊരു മേജർ സപ്പോർട്ടായിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ആൻഡ് ഇന്നത്തെ ഒരു ബാങ്ക് നിഫ്റ്റിയുടെ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നിലവിൽ ബാങ്ക് നിഫ്റ്റിയിൽ ഫസ്റ്റ് ഒരു 45 മിനിറ്റ്സ് നല്ലൊരു ബുള്ളിഷ്നെസ് ആണ് നിലവിൽ ബാങ്ക് നിഫ്റ്റി നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ നമുക്കൊരു മൈനർ പ്രോഫിറ്റ് ബുക്കിംഗ് എടുത്തിട്ട് ഈ ഒരു ബുള്ളിഷ്നെസ് കണ്ടിന്യൂ ചെയ്യുമെന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ എക്സ്പെക്ട് ചെയ്യാം. ജാസ്മിൻ. യെസ് ആനന്ദ്, ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്ന PVR ഐനോക്സിനെ കുറിച്ചായിരുന്നു. അതിൻ്റെ ഒരു ടെക്നിക്കൽ ആസ്പെക്ട് തീർച്ചയായിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ടതുണ്ട്. ഇന്ന് സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 1.5% ഒരു നേട്ടം രേഖപ്പെടുത്തുന്നുണ്ട്. 989 രൂപ 80 പൈസ എന്നുള്ളൊരു നിലവാരത്തിൽ തന്നെ. ലാസ്റ്റ് 1 ഇയറും ഇയർ ടു ടിൽ ഡേറ്റ് പെർഫോമൻസ് നോക്കുമ്പോഴും തീർച്ചയായിട്ടും കാര്യമായിട്ടുള്ള ഒരു മുന്നേറ്റം രേഖപ്പെടുത്താൻ സാധിക്കാത്ത ഒരു സ്റ്റോക്കായിരുന്നു PVR എന്ന് പറയുന്നത്. പക്ഷേ നിലവിലെ ലെവൽസിൽ നിന്നും ഒരു വലിയ മുന്നേറ്റത്തിന്റെ സാധ്യത പല ബ്രോക്കറേജുകളും പങ്കുവെക്കുന്നുമുണ്ട്. ടെക്നിക്കലി അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് എത്രമാത്രമാണ് ആ ഒരു ഫാക്ടേഴ്സ്? ജാസ്മിൻ, ടെക്നിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ നിലവിൽ PVR ഏകദേശം ഓൾ ടൈം ഹൈയിൽ നിന്ന് തന്നെ ഏകദേശം ഒരു 54% താഴെയാണ് നിലവിൽ ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മോസ്റ്റ്ലി അതായത് ഒരു നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഈ ഇത്രയും മാസങ്ങൾ PVRലും പൊതുവേ ഒരു സെൽ ഓഫ് ആണ് നമുക്ക് ടെക്നിക്കൽ ആസ്പെക്റ്റിൽ ചാർട്ടിൽ നമുക്ക് മനസ്സിലാവുന്നു. ആൻഡ് ആഫ്റ്റർ ഏപ്രിൽ കഴിഞ്ഞിട്ടാണ് മോസ്റ്റ്ലി നമുക്ക് PVRൽ ഒരു റാലി നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ PVR ഇപ്പോൾ നിലവിൽ നോക്കുകയാണെങ്കിൽ PVR നിലവിൽ നിൽക്കുന്ന ഒരു മേജർ സപ്പോർട്ടിലാണ് നിലവിൽ PVR നിൽക്കുന്നത്. ആൻഡ് നിലവിലത്തെ ആ ഒരു മേജർ സപ്പോർട്ട് എന്ന് പറയുന്നത്
988 ക്ഷമിക്കണം, ഒരു മേജർ ലെവലിലാണ് PVR നിൽക്കുന്നത്. സോ നമുക്ക് മേജർ സപ്പോർട്ടായിട്ട് നമുക്ക് നിലവിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ 875 rupees. അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ റാപ്പിഡ് സെല്ലിംഗ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. നമുക്ക് സൈക്കോളജിക്കൽ ലെവലായിട്ടുള്ള 800 നമുക്ക് ജസ്റ്റ് ഒന്ന് കൺസിഡർ ചെയ്യാം. ആൻഡ് അത് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാൻ കാരണം 711 നമുക്കൊരു മേജർ സപ്പോർട്ടായിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ നിലവിൽ ഒരു മേജർ റെസിസ്റ്റൻസ് ആയിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കുന്ന ഒരു ലെവൽ എന്ന് പറയുന്നത് 1141 rupees. ആ ഒരു ലെവൽ ബ്രേക്ക് ആയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു PVRന്റെ ആ ഒരു ഹോൾ സ്ട്രക്ചർ ചേഞ്ച് ആയി എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ ആ ഒരു ലെവൽ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ലെവലാണ്. സോ ആ ഒരു ലെവൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 1308 ആ ഒരു ലെവൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് ഒരു റെസിസ്റ്റൻസ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് 1566. സോ അതൊരു ഷോർട്ട് ടേം വ്യൂ ആണ്. നമുക്ക് ഒരിക്കലും ഒരു നെക്സ്റ്റ് 1 വീക്കോ 2 വീക്കിലോ നമുക്കത് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. സോ നിലവിലൊരു മേജർ റെസിസ്റ്റൻസ് ആക്ട് ചെയ്യാൻ പറ്റുന്നത് 1141 rupees. അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ PVRന്റെ ഹോൾ സ്ട്രക്ചർ ചേഞ്ച് ആയി ആൻഡ് ഒരു ബെയറിഷ് അണ്ടർടോണിൽ നിന്നൊരു ബുള്ളിഷ് അണ്ടർടോണിലേക്ക് പോയി നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. യെസ് സൂരജ് സാർ, ഏതായാലും ആനന്ദ് തുടരട്ടെ. DLFന്റെ ചാർട്ട് എടുത്തു വെച്ചോളൂ. അതിനു മുൻപ് അതിന്റെ ഒരു ഫണ്ടമെന്റൽ കാര്യങ്ങൾ കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. സാർ, ഈ കോവിഡിന്റെ സമയത്ത് ഏറ്റവും അധികം ഒരു വലിയ തിരിച്ചടി നേരിട്ട പ്രധാനപ്പെട്ട സെക്ടറുകളിൽ ഒന്നാണ് റിയൽറ്റി എന്ന് പറയുന്നത്. അവിടെ നിന്നും ഇപ്പോൾ ഒരു പ്രീ കോവിഡ് ലെവലുകളിലേക്ക് റിയൽറ്റി മേഖല എത്തുന്നു എന്നുള്ളത് തന്നെയാണ് പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്. ഇന്ന് ലാസ്റ്റ് വീക്ക് പരിശോധിക്കുന്ന സമയത്ത് ഏറ്റവും അധികം റിട്ടേൺ രേഖപ്പെടുത്തിയിരിക്കുന്നത് റിയൽറ്റി സെഗ്മെന്റ് തന്നെയാണ്. ഇന്ന് എസ്പെഷ്യലി DLFിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു മുന്നേറ്റം പ്രകടമാകുന്നുണ്ട്. 700 രൂപ എന്നുള്ളൊരു നിലവാരത്തിലാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. ഈ DLFനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെന്നുണ്ടെങ്കിൽ 20,000 കോടി രൂപ അവരുടെ പുതിയതായിട്ട് ആരംഭിച്ച റെസിഡൻഷ്യൽ പദ്ധതികൾക്കായിട്ട് നിക്ഷേപിക്കുമെന്നാണ് കമ്പനി അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഗുരുഗ്രാമിൽ DLFനെ സംബന്ധിച്ചിടത്തോളം അൾട്രാ ലക്ഷറി പദ്ധതികൾ കമ്പനി ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ദ ഡാലിയാസ് എന്നായിരുന്നു കമ്പനി അതിന് പേരിട്ടിട്ടുണ്ടായിരുന്നത്. ഇതിൽ നിന്നും മികച്ച വരുമാനമാണ് കമ്പനി പ്രതീക്ഷിക്കുന്നതും. അതുകൊണ്ട് തന്നെയാണ് പുതിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റും കമ്പനിയെ സംബന്ധിച്ചിടത്തോളം വരാനിരിക്കുന്നത്. റിയൽറ്റി മേഖലയിലുള്ള ഒരു വലിയ സാധ്യതയിലേക്ക് തന്നെയല്ലേ കമ്പനിയുടെ ഈ ഒരു നിക്ഷേപം വിരൽ ചൂണ്ടുന്നത്? ജാസ്മിൻ, അതിനു മുമ്പേ നമ്മുടെ കാർത്തിക് നമുക്കൊരു അലേർട്ട് തന്നിട്ടുണ്ട്. അതായത് റിസർച്ചിന്റെ ഭാഗമായിട്ട്, അതായത് നമ്മുടെ ഈ 2024-25 എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഇയർ ആണെന്നാണ് കാർത്തിക് പറയുന്നത്. കാര്യം അറിയോ, അതിന്റെ ആദ്യത്തെ 6 മാസം ഏതാണ്ട് നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റ്, അതായത് എസ്പെഷ്യലി സെൻസെക്സ് ഏതാണ്ട് 14% പോസിറ്റീവ് റിട്ടേൺ തന്ന ഒരു കാലഘട്ടമായിരുന്നു ആദ്യത്തെ 6 മാസം. അത് കഴിഞ്ഞ് ഏതാണ്ട് 19 ട്രേഡിംഗ് സെഷൻസ് വളരെ കൺസോൾഡേറ്റ് ചെയ്ത് വെറും ഒരു 1% അങ്ങോട്ടും ഇങ്ങോട്ടും ആടി ഒലഞ്ഞു നിൽക്കുന്ന ഒരു മാർക്കറ്റാണ്. അത് കഴിഞ്ഞ് ലാസ്റ്റ് 6 മാസം -14% പോയ ഒരു മാർക്കറ്റാണ് ഇത് എന്നുള്ളതാണ്. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ ചേർത്ത് വെച്ച് പറയാം. നമ്മൾ നേരത്തെ PVR പറഞ്ഞു പോയപ്പോൾ ഈ 1300 കോടിയുടെ ഡെറ്റ് ആണല്ലോ ഇതിന്റെ ബാലൻസ് ഷീറ്റിലുള്ളത്. ഇനി എങ്ങാനും PVRന്റെ പുതിയ ഓപ്പറേഷൻസ് മുന്നോട്ട് പോകുമ്പോൾ ഈ അസറ്റ് ലൈറ്റ് സ്ട്രാറ്റജിയിൽ അവർക്ക് തീർച്ചയായിട്ടും അവരുടെ എന്താ പറയുക ബാക്കിയുള്ള എക്സ്പെൻസ് ഒക്കെ മാറ്റിവെച്ച് ഇപ്പോഴുള്ള 1300 കോടിയുടെ ഇൻട്രസ്റ്റ് ഒക്കെ അടച്ചിട്ട് ബാക്കി ഒരു ഫ്രീ ക്യാഷ് ഫ്ലോ അവർക്ക് ജനറേറ്റ് ചെയ്ത് ഈ 1300 കോടിയെ കാലക്രമേണ ഇവർക്ക് കുറയ്ക്കാനുള്ള ഒരു ഇൻഡിക്കേഷൻ ഈ Q4 റിസൾട്ടും ഇനി 2025-26 Q1 റിസൾട്ടിലും, അതായത് എക്സ്പെൻസ് ഒക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഉള്ള മറ്റേ ഡെപ്റ്റിന് ഇൻട്രസ്റ്റ് ഒക്കെ അടച്ച് ബാക്കി വരുന്ന ആ ഫ്രീ ക്യാഷ് ഫ്ലോ ഇല്ല, ആ ക്യാഷ് ഫ്ലോ ഉപയോഗിച്ച് ഇവർ ഡെപ്റ്റ് കുറച്ച് 1300 എന്നുള്ളത് കുറച്ച് വരികയാണ് എന്നുള്ളൊരു ഇൻഡിക്കേഷൻ മാർക്കറ്റിന് കിട്ടിയാൽ തീർച്ചയായിട്ടും ഇതൊരു ഭയങ്കര വലിയ വെൽത്ത് ക്രിയേഷൻ സ്റ്റോക്കായി മാറാനുള്ള ചാൻസ് ഉണ്ടെന്നുള്ള PVR. ഇത് റെക്കമെൻഡേഷനേ അല്ല, നമ്മളൊരു ഫണ്ടമെന്റൽ അനാലിസിസ് വെച്ച് നമുക്ക് ജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് അല്ലെങ്കിൽ പ്രേക്ഷകരുടെ അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിന്റെ ശ്രദ്ധയിലേക്ക് നമ്മൾ അറിയിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഏതായാലും നിങ്ങളുടെ ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറെ അല്ലെങ്കിൽ SEBI രജിസ്റ്റർഡ് റിസർച്ച് അനലിസ്റ്റിനോ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസറിനെ കണ്ടിട്ട് മാത്രം തീരുമാനം എടുക്കുക. ജാസ്മിൻ ചോദിച്ചത് DLF അല്ലേ? തീർച്ചയായിട്ടും കോവിഡിന് ശേഷം ഭയങ്കരമായിട്ട് റിയൽ എസ്റ്റേറ്റിന് വലിയൊരു ബൂം വന്നു. അങ്ങനെ ഒരു നെറേറ്റീവ് അവർക്ക് ക്രിയേറ്റ് ചെയ്യാനും പറ്റി, അത് മേടിക്കാനുള്ള ഇൻവെസ്റ്റേഴ്സും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിൽ ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞാൽ ലക്ഷറി റിയൽ എസ്റ്റേറ്റ് ആണ് ഏറ്റവും കൂടുതൽ ചിലവായി എന്നുള്ള. കോമൺ മാനിനേക്കാളും ലക്ഷറി റിയൽ എസ്റ്റേറ്റ് നമ്മൾ നോക്കുമ്പോൾ 8 കോടിയുടെ അപ്പാർട്ട്മെന്റ്, 9 കോടിയുടെ അപ്പാർട്ട്മെന്റ്, ഇതൊക്കെ ബേസിക്കലി ഡൽഹി ഹരിയാന ബോർഡറുകൾ അല്ലെങ്കിൽ ഗുർഗാവൺ പോലെ സ്ഥലങ്ങൾ, ഒരു പക്ഷേ ബോംബെക്കാട്ടിലൊക്കെ വളരെ നന്നായിട്ട് പെർഫോം ചെയ്തു എന്നുള്ള. പിന്നെ ഹൈദരാബാദ് ഡൽഹി ബേസ്ഡ് ആണ് ഈ DLF എന്ന് പറയുന്ന കമ്പനിയുടെ പ്രത്യേകത. ഒരു DLF ഇത് കഴിഞ്ഞ 2003 തൊട്ട് 2008 വരെയുള്ള ഒരു ഇന്ത്യയിൽ ബുൾ മാർക്കറ്റ് നടന്നല്ലോ. അന്ന് 1000 കോടി സെയിൽസ് ഉണ്ടായിരുന്നപ്പോൾ
1 ലക്ഷം കോടി മാർക്കറ്റ് ക്യാപ്പിൽ ട്രേഡ് ചെയ്ത കമ്പനിയാണ് ഈ DLF എന്ന് പറഞ്ഞത്. എന്നിട്ട് അവിടുന്ന് ആ ഒരു അതായത് എക്സ്ട്രീം ഓവർ വാല്യൂഷനിൽ ട്രേഡ് ചെയ്ത സ്റ്റോക്കാണ് DLF എന്ന്. അവിടുന്ന് അത് കറക്റ്റ് ചെയ്ത് ഏതാണ്ട് ഒരു തറമട്ടമായിട്ടാണ് ഇപ്പൊ അത് റീഇൻവെന്റ് ചെയ്ത് വന്ന റീഇൻവെന്റ് ചെയ്ത് വന്നതിന്റെ കൂടെ തന്നെ DLF-ൽ വന്ന മാറ്റങ്ങൾ എന്ന് വെച്ചാൽ അതിന്റെ മാനേജ്മെന്റ് സ്ട്രാറ്റജി ഒന്ന് മാറ്റി. അവരുടെ എന്താ പറയുക, പണ്ടേ ഈ സ്റ്റോക്കിനെ നമ്മൾ കണ്ടിരുന്നത് ഇത്തിരി പൊളിറ്റിക്കൽ കണക്ഷൻ ആയിട്ടാണ് ഈ സ്റ്റോക്കിനെ എല്ലാവരും വിശേഷിപ്പിച്ചിരുന്നത്. അതിൽ നിന്നൊക്കെ അവർ ഡിറ്റാച്ച് ചെയ്ത് അവരൊരു പ്യുവർ റിയൽ എസ്റ്റേറ്റ് പ്ലേ ആയി മാറി. അതൊരു പ്രീമിയം ലക്ഷറി ലൈഫ് സ്റ്റൈൽ റിയൽ എസ്റ്റേറ്റ് പ്ലേ ആയിട്ട് മാറി. അവർ 2-3 എംപോറിയോ മോൾ എന്നൊക്കെ പറഞ്ഞ് അവർ ഡൽഹിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ തന്നെ വേൾഡ് ക്ലാസ് ബ്രാൻഡ്സ്, അതായത് ലോകത്തിലെ തന്നെ ലൂയി വിറ്റൻ അല്ലെങ്കിൽ പ്രാഡ അല്ലെങ്കിൽ സെഗ്ന എന്നിങ്ങനെ പോലുള്ള ബ്രാൻഡുകളൊക്കെ കൊണ്ടുവന്ന് അങ്ങനെ ഒരു ലക്ഷറി റിയൽ എസ്റ്റേറ്റിലെ ലക്ഷറി റീറ്റെയിലിങ്ങിലേക്ക് ഒക്കെ ഒരു മോളൊക്കെ കൊണ്ടുവന്ന് അതൊക്കെ മാനേജ് ചെയ്തിട്ടാണ് അവർ പോയത്. തീർച്ചയായിട്ടും ഈ പറയുന്ന പോലെ റിയൽ എസ്റ്റേറ്റിന് ഇന്നും ഇന്ത്യയിൽ അതിനോട് ഒബ്സഷൻ ഉള്ള ഒരു ജനത തന്നെയുണ്ട്. നമ്മുടെ നാട്ടിലായാലും ശരി, അത് ഡൽഹിയിലായാലും ശരി. ബട്ട് അടുത്ത കാലത്ത് കാണുന്നത് ഈ ലക്ഷറി റിയൽ എസ്റ്റേറ്റിലാണ് DLF. അവിടെ തന്നെയാണ് അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അവരുടെ മിക്ക പ്രോജക്റ്റുകളും ഗോൾഫ് കോഴ്സും അങ്ങനെയുള്ള വലിയ സ്പോർട്സിന് വരെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് വരുന്നത്. നമ്മുടെ ഇവിടെ കേരളത്തിൽ കാണുന്ന പോലെ ചെറിയ പ്രോജക്റ്റ് ഒന്നും അല്ല അവിടെ വരുന്നത്. എന്തെടുത്താലും 10 കോടി 12 കോടി 20 കോടി അത് ലോഞ്ച് ചെയ്ത് ഏതാണ്ട് 20-25 ദിവസം മുതൽ ഫുൾ ബുക്കിംഗ് ആവുന്ന രീതിയിലേക്കാണ് DLF-ന്റെ പല പ്രോജക്റ്റും വന്ന്. ആ ന്യൂസ് അതിനെ സഹായിക്കുന്നുണ്ട്. ആ ന്യൂസ് അവർ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. അവരുടെ പ്രോജക്റ്റ് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. അവരതിനകത്ത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വരുന്നുണ്ട്. അതൊരു ട്രാക്കിൽ വീണ് മുന്നോട്ട് പോവുകയാണ്. തീർച്ചയായിട്ടും അത് വളരെ ചീപ്പായിട്ടുള്ള സ്റ്റോക്കൊന്നുമല്ല. ഫണ്ടമെന്റലി നമ്മൾ നോക്കാൻ നേരത്ത് ഇത് വീണ്ടും ഒരു റെക്കമെൻഡേഷൻ ആയിട്ട് കാണരുത്. ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും DLF നമ്മൾ പെർഫോം ചെയ്തേക്കാം. ബട്ട് തീർച്ചയായിട്ടും ഇതിനേക്കാട്ടിലും അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റി കമ്പനീസും വേറെ ഉണ്ട്. എന്ന് പറഞ്ഞൊരു ക്വാളിറ്റി കമ്പനി കുറഞ്ഞതല്ല DLF എന്നുള്ള. ബട്ട് ഒരുപാട് ഇപ്പം നമ്മൾ എപ്പോഴും ആലോചിക്കണം എന്താ, പോപ്പുലർ ആയിട്ട് നിൽക്കുന്ന സാധനം ആയിരിക്കില്ല ഇനി കയറുന്നത്. അൺപോപ്പുലർ സ്ഥലത്തായിരിക്കും ഇവിടെ അക്യൂമുലേഷൻ നടക്കുന്നത്. മനസ്സിലായി? പോപ്പുലർ ആണ്. ഇതൊക്കെ ഓവർ ട്രേഡഡ്, അതായത് ഓവർ ഇൻവെസ്റ്റഡ് ആയിട്ടുള്ള സെക്ടേഴ്സ് ആണ് പലത്. ഈ ക്യാപിറ്റൽ ഗുഡ്സ് ആയാലും ശരി, അല്ലെങ്കിൽ ഇലക്ട്രോണിക് മാനുഫാക്ചറിങ്, അല്ലെങ്കിൽ ക്യുക്ക് സർവീസ് കമ്പനികൾ, അതായത് നമ്മുടെ സൊമാറ്റോ പോലത്തെ കമ്പനിയൊക്കെ ഇല്ലേ, അതായത് റിയൽ എസ്റ്റേറ്റ് കമ്പനീസിലൊക്കെ ഓവർലോഡറാണ് ഇൻവെസ്റ്റ്മെന്റ്സ്. എന്നാൽ ഇൻവെസ്റ്റ്മെന്റ്സ് അണ്ടർ ഓൺഡ് ആയിട്ടുള്ള സെക്ടേഴ്സ് ഒരുപാട് സെക്ടേഴ്സ് ഉണ്ട്. അത് കണ്ടുപിടിച്ച് മുന്നോട്ട് പോകുന്നതായിരിക്കും ഏറ്റവും റാഷണൽ ആയിട്ട് ഇൻവെസ്റ്റ്മെന്റ് ഇപ്പം ചെയ്യാൻ പറ്റുന്ന കാര്യം. മണി എപ്പോഴും ഫ്ലോ. കാര്യം ഇതിപ്പോൾ നമ്മൾ 2 കാര്യം ആലോചിക്കുക. 2 ഗ്ലാസ്സിൽ വെള്ളം ഉണ്ടെന്ന് ഇരിക്കുക. ഒരു ഗ്ലാസ്സിൽ വെള്ളം ഫുള്ളാണ്, വേറൊരു ഗ്ലാസ്സിൽ കുറച്ച് മാത്രമേ ഉള്ളൂ. എവിടെയായിരിക്കും ഇനി കൂടുതൽ വെള്ളം നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുക? ഗ്ലാസ്സിൽ വെള്ളം കുറഞ്ഞ ഗ്ലാസ്സിലായിരിക്കും ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്യാൻ പറ്റുക. അവിടെ ആയിരിക്കും ഇനി FII മണി അല്ലെങ്കിൽ പുതിയ ഇൻവെസ്റ്റേഴ്സ് വരിക എന്നുള്ളത്. മറ്റേത് ബ്രിം ഫുൾ വരെ അതെന്താണ് നിറഞ്ഞിരിക്കുകയാണെന്നുള്ളത്. അപ്പോൾ ആ ഒരു ഡിഫറൻസിയേഷൻ മനസ്സിലാക്കി വേണം ഇൻവെസ്റ്റേഴ്സ് മാർക്കറ്റിനെ അഭിമുഖീകരിക്കാൻ. എന്ന് പറഞ്ഞ് DLF മോശം സ്റ്റോക്കല്ല, ഫണ്ടമെന്റലി ഭേദപ്പെട്ട ഫിനാൻഷ്യൽസും ഉള്ള സ്റ്റോക്കാണ്. അതിൻ്റെ ഓപ്പർച്യൂണിറ്റീസും ആണ്. റിയൽ എസ്റ്റേറ്റിനുള്ള ഓപ്പർച്യൂണിറ്റി ഞാൻ തന്നെ പറയാതെ നിങ്ങൾക്കറിയാം. ബട്ട് ഈവൻ ദെൻ വാല്യുവേഷൻ എപ്പോഴും മനസ്സിൽ വെച്ച് വേണം നിങ്ങൾ മാർക്കറ്റിനെ നേരിടേണ്ടതെന്ന് പറഞ്ഞു വയ്ക്കുന്നു. സൂരജ് സാർ, നമ്മൾ ഇന്ന് ഓട്ടോ സെഗ്മെന്റിലേക്ക് നോക്കുന്ന സമയത്ത് വളരെ പോസിറ്റീവ് നോട്ടിലാണ് ഓട്ടോ സെഗ്മെന്റ് ട്രേഡ് ചെയ്യുന്നത് എങ്കിൽ കൂടിയും ഇന്ന് 2% കൂടുതൽ എസ്പെഷ്യലി മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയുടെ സ്റ്റോക്ക് ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് മാർക്കറ്റിൽ ഈ ഒരു ഇടിവിന് പിന്നിലുള്ള ഒരു കാരണം എന്ന് പറയുന്നത്, ഒരു ന്യൂസ് എന്ന് പറയുന്നത്, ഹ്യുണ്ടായി അതോടൊപ്പം തന്നെ മാരുതി എന്നിവയ്ക്ക് പിന്നാലെ ഏപ്രിൽ 1 മുതൽ SUV-കളുടെയും കൊമേഴ്ഷ്യൽ വെഹിക്കിളിൻ്റെയും ഒക്കെ തന്നെ പ്രൈസ് കൂട്ടാനായിട്ട് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര തീരുമാനിച്ചിരിക്കുകയാണ്. വാഹനത്തിൻ്റെ വേരിയൻറ്റിനനുസരിച്ചായിരിക്കും പ്രൈസിൻ്റെ ഒരു നീക്കുപോക്ക് എത്രമാത്രമാണ് എന്ന് കമ്പനി തീരുമാനിക്കുക. ഏതായാലും ഈ ഒരു വർധനവിനെ സംബന്ധിച്ചിടത്തോളം നോക്കുന്ന സമയത്ത് 3% വരെയുള്ള ഒരു വർധനവാണ് കമ്പനി ഉയർത്താൻ ഉദ്ദേശിക്കുന്നത്, കമ്പനി എക്സ്പെക്ട് ചെയ്യുന്നത്. നമ്മൾ ഇതിനെ വേറൊരു രീതിയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ടെസ്ല പോലുള്ള കമ്പനികൾ ഇവിടെ ആഭ്യന്തര തലത്തിൽ വാഹനങ്ങളുടെ ഇൻട്രസ്റ്റ് അതോടൊപ്പം തന്നെ പ്രൈസിലൊക്കെ കാര്യമായിട്ടുള്ള ഒരു ചേഞ്ച് വരുത്തിക്കൊണ്ട് കുറഞ്ഞ അളവിൽ ഇവിടെ വാഹനങ്ങൾ നൽകാൻ ഒരുങ്ങുന്ന സമയത്ത് നമ്മുടെ ഡൊമസ്റ്റിക് കമ്പനികളെ സംബന്ധിച്ചിടത്തോളം വർദ്ധിച്ചു വരുന്ന ചെലവുകൾ പിടിച്ചു നിർത്താനാവുന്നില്ല എന്നുള്ള ഒരു കാരണം പറഞ്ഞാണ് ഈ ഒരു പ്രൈസ് ഹൈക്കിലേക്ക് കമ്പനികൾ പോകുന്നത്. ടെസ്ല ഇവിടെ ഈ ഒരു രീതി പിന്തുടരുന്ന സമയത്ത് ഡൊമസ്റ്റിക് കമ്പനികൾ ഇത്തരത്തിലുള്ള രീതികൾ അവലംബിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ കമ്പനികൾ ഈ പ്രൈസ് ഹൈക്കിലേക്ക് നീങ്ങുന്ന സമയത്ത് എങ്ങനെയായിരിക്കും അത് കമ്പനികളെ റിഫ്ലക്റ്റ് ചെയ്യുക എന്നാണ് സാറിന് തോന്നുന്നത്? ജാസ്മിൻ, ഇതിപ്പോൾ 2 ദിവസം മുമ്പേ വന്നൊരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അതായത് ഈ 25-26 ഈ ന്യൂ കാർ സെയിൽസ് എന്ന് പറയുന്ന ഇൻഡസ്ട്രി ഉണ്ടല്ലോ, അതിനെ ബീറ്റ് ചെയ്ത് സെക്കൻഡ് ഹാൻഡ് കാർ സെയിൽസ് വരും എന്നാണ് പറയുന്നത്. കാര്യം ഇപ്പോൾ കാർ ട്രേഡ് പോലുള്ള കമ്പനികളുടെ, നമ്മളിത് റെക്കമെൻഡേഷൻ ആയിട്ട് പറയുകയല്ല, ഇന്ത്യയിൽ ലിസ്റ്റഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. അത് പ്രീമിയം, വളരെ പ്രീമിയം വാല്യുവേഷനിലാണ് അത് ട്രേഡ് ചെയ്യണം എന്നുള്ള ഓർത്തോളം. ബട്ട് ലക്ഷറി കാർ സെയിൽസും
കോമൺ മാൻ്റെ കാർ സെയിൽസും യൂസ്ഡ് കാർ സെയിൽസ് ഭയങ്കരമായ ഒരു രീതിയിൽ പുതിയ കാർ സെയിൽസിനേക്കാളും വരാൻ ചാൻസ് ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, എനിക്ക് തോന്നുന്നു ഈ ബിഗ് ഓട്ടോ കമ്പനീസ് ഒക്കെ ശരിക്കും പറഞ്ഞൊരു പ്രെഡേറ്റർ കമ്പനീസ് ആട്ടോ. അതായത് ഈ കമ്പനീസിൻ്റെയൊക്കെ, അതായത് നമ്മുടെ ഇവിടെ ഡീലേഴ്സ് ഉണ്ടല്ലോ, ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സിൻ്റെ ഡീലറുണ്ട്, മാരുതി സുസുക്കി ഡീലറുണ്ട്, മഹീന്ദ്ര ഡീലേഴ്സ് ഉണ്ട്. ഇവരെല്ലാവരും ഈ വളരെ പ്രത്യേകതയുള്ള ഒരു ബിസിനസ്സാണിത്. അതായത് നമ്മളൊരു റീറ്റെയിൽ, അതായത് നമ്മളൊരു സൂപ്പർ മാർക്കറ്റ് നടക്കും പോലെയാണ് ഈ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി നടക്കുന്നത്. ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് എന്താ, നമ്മൾ സപ്ലയേഴ്സിൻ്റെ ഇന്ന്, ഇപ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു കാർ കമ്പനിയാണെന്ന് വിചാരിക്കുക, മാരുതിയോ ടയോട്ടയോ അല്ലെങ്കിൽ മഹീന്ദ്രയോ ഹ്യുണ്ടായോ എന്തോ ആയിക്കോട്ടെ, സപ്ലയേഴ്സിൻ്റെ ഇന്ന് ബോഷിൻ്റെ ഇന്ന് ഞാൻ വൈപ്പർ മേടിക്കുന്നു, മദേഴ്സൺ സുമിയുടെ ഇന്ന് കോയിൽ മേടിക്കുന്നു, ഇങ്ങനെ പല സാധനങ്ങളും മേടിച്ചിട്ട് നമ്മുടെ പ്ലാന്റിൽ ഇത് നമ്മൾ അസംബിൾ ചെയ്യുന്നു. അതായത് ഈ സപ്ലയേഴ്സിനൊന്നും നമ്മൾ പൈസ കൊടുത്തിട്ടില്ല കേട്ടോ, ആർക്കും പൈസ കൊടുത്തില്ല, ക്രെഡിറ്റിൽ സാധനം മേടിച്ച് നമ്മൾ ഈ സാധനം ഉണ്ടാക്കുന്നു. കാർ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഡീലേഴ്സിന്റെ തലയ്ക്ക് വച്ചു കൊടുക്കുന്നു, ക്യാഷ് ആൻഡ് ക്യാരി. അതായത് ഡീലേഴ്സ് കാശ് കൊടുത്തിട്ടാണ്, നമ്മളിപ്പോൾ കൊച്ചിയിൽ കാണുന്ന പല ഡീലേഴ്സും കാശ് തന്നിട്ടാണ് കമ്പനികളുടെ നിന്ന് എടുക്കുന്നത്. എന്നിട്ട് അത് എത്രയോ കാലം കഴിഞ്ഞിട്ടാണ് സപ്ലയറിന് സപ്ലൈ ചെയ്യണമെന്നറിയോ ഈ ഓട്ടോമൊബൈൽ കമ്പനീസ്. ഈ ഓട്ടോമൊബൈൽ കമ്പനീസിനെ കുറിച്ച് അതുപോലെയാണല്ലോ നമ്മൾ റീറ്റെയിൽ, അതായത് സൂപ്പർ മാർക്കറ്റും അങ്ങനെയാണല്ലോ. നമ്മൾ യൂണിലിവർ, ITC, പാർലെ, ഫ്രൂട്ടി, പെപ്സി, കൊക്കക്കോള അല്ലെങ്കിൽ നെസ്ലെ ഇവരുടെ നിന്നൊക്കെ സാധനങ്ങൾ നമ്മൾ ക്രെഡിറ്റിനെടുത്ത് നമ്മുടെ കടയിൽ വയ്ക്കുന്നു. കസ്റ്റമേഴ്സിന് നമ്മൾ ക്യാഷ് ആൻഡ് ക്യാരിയിൽ കൊടുക്കുന്നു. എന്നിട്ട് ഒരു മാസം കഴിഞ്ഞിട്ടൊക്കെയാണ് നമ്മൾ സപ്ലയറിന് കൊടുക്കുന്നത്. അത്രയും നാൾ ഈ ക്യാഷ് നമ്മുടെ തന്നെ ഇരിക്കുന്നു. ബാക്കിയുള്ള വരുന്ന സാധനങ്ങൾ അവർ തിരിച്ചെടുക്കുന്നു. ഇതാണല്ലോ റീറ്റെയിൽ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റ് ബിസിനസ്. അതേപോലെ തന്നെയാണ് ഓട്ടോമൊബൈലിൽ നടക്കുന്നത് എന്നുള്ളതാണ് ഏതാണ്ട് വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യം. പിന്നെ ഇവർ അടുത്ത കാലത്ത് ലാസ്റ്റ് 2 ക്വാർട്ടറിൽ ഈ ഇൻവെൻട്രി ഉണ്ടല്ലോ, ഇവർക്ക് അധികം വന്ന ഇൻവെൻട്രി ഒക്കെ ശരിക്കും പറഞ്ഞാൽ ഈ ഡീലേഴ്സിന്റെ തലയ്ക്ക് അടുപ്പിച്ചേൽപ്പിച്ചു എന്നുള്ളതാണ് പറയുന്നത്. വളരെ അടിച്ചേൽപ്പിച്ചു. അത് മാത്രമല്ല, ഓരോ ഡീലേഴ്സിനും അവർ പറയുന്നത് വെച്ചാൽ ഇനി നിങ്ങളുടെ സ്ഥലത്ത് വേറെ ആരും വരൂല എന്ന് പറഞ്ഞാണ് ആദ്യം ഡീലറിനെ ഇവർ ട്രീറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഈ ഡീലർഷിപ്പ് എടുത്തതിന് ശേഷം ജംഗ്ഷനിലൊക്കെ അവർ ഡീലർഷിപ്പ് കൊടുക്കും. എന്നിട്ട് ഇവരുടെ ഇൻവെന്ററി കംപ്ലീറ്റ് അവർ വഴി ഇവരങ്ങ് മാനേജ് ചെയ്യും. ഇങ്ങനത്തെ ഒരു രീതിയിലാണ് ഈ ബിസിനസ്സുകൾ നടത്തുന്നത്. എനിക്ക് തോന്നുന്നു അഡ്വാൻസ് ആയിട്ട് ഇവർ ഫ്രണ്ട് ലോഡ് ചെയ്യുകയാണ് ഇവരുടെ എക്സ്പെൻസ്. അതായത് ഇവർക്കറിയാം ഇവർക്ക് ആ ടെസ്ലയുടെ കാര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ല എന്ന്. അതായത് US വളരെ വാശിയോടുകൂടിയാണ് ട്രംപ് നിൽക്കുന്നത്. ഇന്ത്യക്ക് ചിലപ്പോൾ അതനുസരിച്ച് മുന്നോട്ട് പോയേ പറ്റുള്ളൂ. അത് ഫെയിലൂർ ആണെന്നൊന്നും പറയില്ല, അത് കാലത്തിന്റെ ആവശ്യം തന്നെയാണ്. പിന്നെ അമേരിക്ക അങ്ങനെ മസിൽ ഫ്ലെക്സ് ചെയ്താൽ നമുക്ക് മാറാതിരിക്കാനും പറ്റില്ല. ബട്ട് അതോടുകൂടി ചിലപ്പോൾ ഇവർക്ക് ഇനിമേൽ അങ്ങോട്ട് ചിലപ്പോൾ കൂട്ടാൻ പറ്റുന്ന സാഹചര്യം വന്നില്ല എന്ന് വരാം. അതുകൊണ്ട് ഇപ്പോഴേ കൂട്ടി അവരങ്ങ് നിലനിൽക്കുകയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഒന്നാമത്തെ കാര്യം. അതിൽ വേറൊരു രസമാണ്, ഈ ആസ്റ്റൺ മാർട്ടിൻ ഇല്ലേ, ഈ ആസ്റ്റൺ മാർട്ടിൻ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് കമ്പനി. ഈ ബ്രിട്ടീഷ് കമ്പനി പോലും ട്രംപിന്റെ ഈ ഇന്ത്യൻ ഓട്ടോമൊബൈൽസിലേക്ക് ടാരിഫിനെ ഭയങ്കര വലുതായിട്ട് അപ്രീഷിയേറ്റ് ചെയ്തു എന്നുള്ള. അതായത് ഈ ജെയിംസ് ബോണ്ട് മൂവിയിലൊക്കെ ഈ ആസ്റ്റൺ മാർട്ടിനാണ്. ആസ്റ്റൺ മാർട്ടിനും ജെയിംസ് ബോണ്ട് മൂവീസും തമ്മിലൊരു കോ ബ്രാൻഡിങ് ഉണ്ട്. അതിൽ അവർ പറയുന്നത് വെച്ചാൽ ഇന്ത്യ വളരെ എന്താ പറയുക, അവർ 9 കോടിയൊക്കെയാണ് കേട്ടോ അവരൊരു കാർ വരുന്നത്. അവർ 21 കാറുകളാണ് കഴിഞ്ഞ കൊല്ലം അവർ സെല്ല് ചെയ്ത്. അവർ പറഞ്ഞു ഇന്ത്യ ഈ 100% ഈ ഡ്യൂട്ടി വെച്ചുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയൊക്കെ പറ്റുന്നത്, അത് കുറച്ച് കിട്ടുകയാണെങ്കിൽ ഞങ്ങൾക്ക് നന്നായിട്ട് സെല്ല് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അവർ പറയുന്നത് ഒരു സൈഡിൽ. രണ്ടാമത് ഇപ്പോൾ ഹാർലി ഡേവിഡ്സന്റെ ശരിക്കും പറഞ്ഞ ഈ ടാരിഫിനെ അവർ സപ്പോർട്ട് ചെയ്താൽ പറയും. അവർ പറഞ്ഞു വെച്ചാൽ വളരെ അൺഫെയർ ആണ് ഇന്ത്യ കാണിക്കുന്നത്. അവർ പറഞ്ഞ യൂറോപ്യൻ യൂണിയനിൽ അവർക്ക് ശരിക്കും പറഞ്ഞാൽ യൂറോപ്യൻ യൂണിയനിലേക്ക് അവർ എക്സ്പോർട്ട് ചെയ്യുമല്ലോ. അതായത് US നിന്ന് ഹാർലി ഡേവിഡ്സൺ ബൈക്സ് അതിന് 7-8% ഉള്ളൂ യൂറോപ്യൻ യൂണിയനിലേക്ക്. ബ്രസീലിൽ 18% ഉള്ളൂ ഈ വരുന്നതിനുള്ള ഡ്യൂട്ടി. ഏതാണ്ട് തായ്ലൻഡ് അവർ പറയുന്നത്, തായ്ലൻഡ് വലിയ ബൈക്കിന്റെ സ്ഥലമാണ്, അറിയാലോ. ഈ ടൂറിസം ഒക്കെ ആയതുകൊണ്ട് ആൾക്കാർ ബൈക്കിൽ ടാക്സി പോലെ ബൈക്ക് ടാക്സീസ് ഒക്കെ ഉണ്ട്. അവിടെ 60% അവർ എന്താ പറയുക ഒരു ഡ്യൂട്ടി അവർ ലിവൈ ചെയ്യുന്നത്. നമ്മൾ ഇന്ത്യ ആണെങ്കിൽ 100%. അപ്പൊ ഈ പറയുന്ന പോലെ ഈ കാര്യങ്ങളൊന്നും വേണ്ട രീതിയിലല്ല ഇന്ത്യ കൈകാര്യം ചെയ്യുന്നതെന്നുള്ളൊരു കംപ്ലൈന്റ് ഗ്ലോബലി ഓട്ടോമൊബൈൽ കമ്പനീസ് 2 വീലർ ആയാലും 4 വീലർ ആയാലും ഉണ്ടെന്നുള്ളത്. രണ്ടാമത് ഈ ട്രംപിന്റെ ഈ സെന്റിമെന്റ് ഉണ്ടല്ലോ, അതായത് ടാരിഫിന്റെ ലിവൈ ചെയ്യുന്നതിന്റെ ആ സെന്റിമെന്റിനെ കൊക്കക്കോള, അതായത് കോള കമ്പനീസ്, പെപ്സി, കൊക്ക ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ അമേരിക്കൻ കമ്പനീസാണ്. അവരും പറഞ്ഞിട്ടുണ്ട് ഇത് ഇന്ത്യ കുറച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അതായത് ഇന്ത്യ വളരെ ഹൈ ടാരിഫാണ് വെക്കുന്നത് എന്നുള്ളത്. അപ്പം നമ്മുടെ ഇവിടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഈ അസ്റ്റ്യൂട്ട് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് ചെയ്യണം എന്നറിയോ. ശരിക്കും പറഞ്ഞാൽ ഈ കൊക്കക്കോള, പെപ്സിയൊക്കെ ഇവിടെ വരുമ്പോൾ, ഈ പെപ്സിയൊക്കെ എനിക്ക് തോന്നുന്നു ഇവിടെ എന്താ പറയുക, വരുൺ ബിവറേജസ് എന്ന് പറഞ്ഞ കമ്പനിയാണ് അതിന്റെ ലാർജസ്റ്റ് ഈ ബോട്ടിൽ മേക്കർ എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു കൊക്കക്കോളയ്ക്ക് വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു യൂഫ്ലെക്സ് അത് ചെയ്യുന്നുണ്ടെന്നാണ്, കുറച്ച് പെറ്റ് ബോട്ടിൽസ് ചെയ്യുന്നുണ്ട്. ഗണേശ എക്കോസ്ഫിയർ എന്ന് പറയുന്ന കമ്പനി ഈ പെറ്റ് ബോട്ടിൽസിന് റീസൈക്കിൾ ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മളെ സംബന്ധിച്ച് ട്രംപ് ചെയ്യുന്ന ഈ ടാരിഫ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ റിയാലിറ്റി. നമുക്ക് അതിനകത്ത് നിന്ന് എസ്കേപ്പ് ചെയ്യാൻ പറ്റില്ല.
ബട്ട് അതെങ്ങനെ പ്രോഫിറ്റബിൾ ആക്കാമെന്നൊരു ഇൻവെസ്റ്ററിനുള്ള ഒരു ഫ്രീഡം ഉണ്ട്, റൈറ്റ്? അതിലാണ് നമ്മൾ ഈ പറയുന്ന ഇപ്പോൾ വരുൺ ബിവറേജസിന്റെ ഈ പെറ്റ് ബോട്ടിലിംഗ് യൂണിറ്റ്, അല്ലെങ്കിൽ ഗണേശ അക്വോസ്ഫിയറിന്റെ പെറ്റ് ബോട്ടിൽ റീസൈക്ലിംഗ് യൂണിറ്റ്, അല്ലെങ്കിൽ യു ഫ്ലെക്സിന്റെ ബോട്ടിലിംഗ് യൂണിറ്റ്, ഇതൊക്കെ കൊക്കക്കോളയുടെയും പെപ്സിയൊക്കെ ഒരുപാട് ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ നടക്കാവുന്ന ഒരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ബിസിനസ്സുകളെ കുറിച്ച് നമ്മളൊന്ന് മെൻഷൻ ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ തിരിച്ചു വരികയാണെങ്കിൽ ഈ മഹീന്ദ്രയുടെ കാര്യം, ഈ പറയുന്ന പോലെ കമ്പനികളെല്ലാം ഇന്ത്യ അക്രോസ് സ്പെക്ട്രം ബ്രോഡ് ബേസ്ഡ് ആയിട്ട് മാരുതി, ഹ്യുണ്ടായി, മഹീന്ദ്ര എല്ലാവരും എനിക്ക് തോന്നുന്നതനുസരിച്ച് ഇത് ഫ്രണ്ട് ലോഡ് ചെയ്യാണ്. ഇനി അടുത്ത കുറച്ച് കാലത്തേക്ക് ഞങ്ങൾക്ക് പറ്റൂല എന്ന് മനസ്സിലാക്കിയിട്ട് ഒരു ബേസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതായിട്ടാണ് മനസ്സിലാവുന്നത്. യെസ് സർ, നമുക്ക് DLFന്റെ ടെക്നിക്കൽ ചാർട്ടുമായിട്ട് ഇപ്പോൾ ആനന്ദ് റെഡി ആയിട്ടുണ്ട്. ആനന്ദ്, DLFനെ സംബന്ധിച്ചിടത്തോളം ഒരു പെർഫോമൻസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 52 വീക്ക് ഹൈ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏപ്രിൽ 2024 ഏപ്രിൽ 1 വിച്ച് ഈസ് ഒരു 967 രൂപ എന്നുള്ള ഒരു നിലവാരത്തിൽ. അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു കാര്യമായിട്ടുള്ള മൂവ്മെന്റ് ഒന്നും നമുക്ക് കാണാൻ സാധിച്ചിട്ടുമില്ല. നിലവിൽ DLFനെ സംബന്ധിച്ചിടത്തോളം അണ്ടർടോൺ എങ്ങനെയാണ് കാണുന്നത്? ജാസ്മിൻ, DLF വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് DLFന്റെയും നിലവിലത്തെ റിയാലിറ്റി സെക്ടറിനെ ഒന്ന് കമ്പയർ ചെയ്യാം. അതായത് നമ്മൾ റിയാലിറ്റി സെക്ടർ നോക്കുകയാണെങ്കിൽ ഓൾറെഡി അവിടെ ആ ഒരു സ്ട്രക്ചർ ചേഞ്ച് നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഒരു അപ്സൈഡ് മൂവ്മെന്റ് റിയാലിറ്റി സെക്ടർ നടന്ന ആ ഒരു അപ്സൈഡ് മൂവ്മെന്റ് എന്ന് പറയുമ്പോൾ നിലവിൽ ഏകദേശം ഒരു 10% അപ്സൈഡ് മൂവ്മെന്റ് ഓൾറെഡി റിയാലിറ്റി സെക്ടറിൽ നടന്നു കഴിഞ്ഞു. സോ DLFന് നോക്കുകയാണെങ്കിൽ റിയാലിറ്റി സെക്ടറിൽ ഓൾമോസ്റ്റ് 10% മൂവ്മെന്റ് നടന്നിട്ട് കൂടി നമുക്ക് DLFൽ ആ ഒരു ഭയങ്കര ചോപ്പി ആയിട്ടുള്ള മൂവ്മെന്റ് ആണ് നമുക്ക് DLFൽ കാണാൻ സാധിക്കുന്നത്. അതേസമയം നമ്മൾ ഗോദ്രേജ് പ്രോപ്പർട്ടീസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഗോദ്രേജ് പ്രോപ്പർട്ടീസിൽ ആ ഒരു മൂവ്മെന്റ് വളരെ ക്ലിയർ ആൻഡ് ക്ലീൻ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് നിലവിൽ നോക്കുകയാണെങ്കിൽ ഗോദ്രേജ് പ്രോപ്പർട്ടീസിൽ ഒരു മേജർ റെസിസ്റ്റൻസ് കൂടി ബ്രേക്ക് ചെയ്തിട്ടാണ് മാർക്കറ്റ് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത്. ഓക്കെ, എനിവേ കമ്മിങ് ബാക്ക് ടു DLF നോക്കുകയാണെങ്കിൽ നിലവിൽ ഒരു മേജർ സോണിൽ കിടന്നൊരു വളരെ ഒരു ചോപ്പി ആക്ഷൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു നല്ല രീതിയിലുള്ള ബിൽഡപ്പ് നമുക്ക് DLFൽ കാണാൻ സാധിക്കുന്നുണ്ട്. സോ നിലവിൽ DLFന്റെ ഒരു ലെവൽസ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നിലവിൽ ഒരു മേജർ സപ്പോർട്ടായിട്ട് നിലവിലുള്ള ഒരു ലെവൽ എന്ന് പറയുന്നത് 620 to 627 rupees. ആ ഒരു 7 പോയിന്റ്സിന്റെ ആ ഒരു റേഞ്ച് ആണ് നിലവിൽ ഒരു മേജർ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നത്. ആൻഡ് നിലവിൽ നിൽക്കുന്ന ആ ഒരു ഏരിയ, അതിനൊരു ഏരിയ എന്ന് തന്നെ പറയാം. ബിക്കോസ് അത് ഏകദേശം നോക്കുകയാണെങ്കിൽ ഒരു 6 രൂപ 7 രൂപയുടെ ഒരു റേഞ്ച് 700 to 707 rupeesന്റെ ആ ഒരു മേജർ റേഞ്ചിലാണ് നിലവിൽ DLF ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. സോ നമുക്ക് ആ ഒരു ഏരിയന് ഒരു കൺസോൾട്ടേഷൻ ഫേസിലേക്ക് നോക്കുകയാണെങ്കിൽ നിലവിൽ ഒരു പ്രീവിയസ് ഡേ ഹൈ നമ്മൾ നോക്കുകയാണെങ്കിൽ നിലവിൽ ഏകദേശം 717 rupees. ആ ഒരു ലെവലിന് മുകളിൽ മാർക്കറ്റ് നല്ല സ്ട്രോങ് ക്ലോസിംഗ് തന്നു കഴിഞ്ഞാൽ നമുക്ക് DLF ഏകദേശം നമ്മുടെ റിയാലിറ്റി സെക്ടറിനോട് അലൈനായി നിൽക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. ഓക്കെ, സോ ആ ഒരു ലെവൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള മൂവ്മെന്റ് നമുക്ക് DLFൽ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ആൻഡ് നെക്സ്റ്റ് ഒരു മേജർ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് 763 to 770 rupees എന്ന് പറയുന്ന ആ ഒരു 7 രൂപയുടെ ആ ഒരു റേഞ്ചാണ്. അതായത് ഏകദേശം ഒരു 6% മൂവ്മെന്റ്, 6 to 6.5% മൂവ്മെന്റ് നമുക്ക് DLFൽ കാണാൻ സാധിക്കും. പക്ഷേ ഗോദ്രേജ് പ്രോപ്പർട്ടീസിലേക്ക് വരികയാണെങ്കിൽ നിലവിൽ റിയാലിറ്റി സെക്ടറിനോട് വളരെയധികം അലൈനായി നിൽക്കുന്ന ഒരു സ്റ്റോക്കാണ് ഗോദ്രേജ് പ്രോപ്പർട്ടീസ്. ഏകദേശം നോക്കുകയാണെങ്കിൽ അവസാനത്തെ ഒരു 5-6 days കൊണ്ട് മാർക്കറ്റ് ഏകദേശം ഒരു 10% മൂവ്മെന്റ് നടത്തി, വിച്ച് ഈസ് സിമിലർ ടു റിയാലിറ്റി സെക്ടർ. സോ അത് നോക്കുകയാണെങ്കിൽ തന്നെ ഏകദേശം, അതായത് റിയാലിറ്റി സെക്ടറിൽ ഒരു സ്ട്രെച്ച്ഡ് മാർക്കറ്റ് ആണെങ്കിൽ, സെക്ടറിൻ്റെ ഒരു മൂവ്മെന്റ് നല്ല രീതിക്കുള്ള സ്ട്രെച്ച്ഡ് ആണെങ്കിൽ ഗോദ്രേജ് പ്രോപ്പർട്ടീസ് നല്ല രീതിക്കുള്ള പുൾ ബാക്കുകൾ എടുത്ത് തന്നെയാണ് ഗോദ്രേജ് പ്രോപ്പർട്ടീസ് പോകുന്നത്. ആൻഡ് ഒരു മേജർ ലെവൽ ബ്രേക്ക്ഔട്ട് ചെയ്തിട്ടാണ് നിലവിൽ ഗോദ്രേജ് പ്രോപ്പർട്ടീസ് നിൽക്കുന്നത്. സോ നല്ലൊരു ബിൽഡപ്പ് കൈൻഡുള്ള ബ്രേക്ക്ഔട്ടാണ്, നല്ല റിജക്ഷനും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. സോ നിലവിൽ നോക്കുകയാണെങ്കിൽ ഗോദ്രേജ് പ്രോപ്പർട്ടീസിന് ഇമ്പോർട്ടൻറ്റ് ലെവൽസ് ആയിട്ട് കണക്കാക്കാൻ പറ്റുന്നത് ഏകദേശം 2080 to 2130 ആ ഒരു 50 പോയിന്റ്സിൻ്റെ ആ ഒരു റേഞ്ച് നമുക്കൊരു മേജർ സപ്പോർട്ടായിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ അതിന് മുകളിലാണ് നിലവിൽ മാർക്കറ്റ് ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. സോ മാർക്കറ്റ് നിലവിലത്തെ ഡേ ഹൈ, നിലവിൽ ഇന്നത്തെ ദിവസം നല്ലൊരു പോസിറ്റീവ് ക്ലോസിംഗ് നമുക്ക് റിയാലിറ്റി സെക്ടർ, DLF ആൻഡ് ഗോദ്രേജ് പ്രോപ്പർട്ടീസ് നമുക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിക്കുള്ള ബുള്ളിഷ്നെസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. സോ ഗോദ്രേജ് പ്രോപ്പർട്ടീസിൻ്റെ ഇന്നത്തെ ഒരു ഡേ ഹൈ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു നെക്സ്റ്റ് ഒരു ഷോർട്ട് ടേം റെസിസ്റ്റൻസ് ആയിട്ട് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ലെവൽ എന്ന് പറയുന്നത് 2434 to 2449 എന്ന് പറയുന്ന ആ ഒരു 10 പോയിന്റ്സിൻ്റെ ആ ഒരു റേഞ്ചാണ്. സോ അത് വളരെ ഫാസ്റ്റ് ആയിട്ട് കവറപ്പ് ചെയ്യാനുള്ള പോസിബിലിറ്റിയും ഗോദ്രേജ് പ്രോപ്പർട്ടീസിൽ കാണുന്നുണ്ട്. ജാസ്മിൻ,
യെസ് ആനന്ദ്, അതോടൊപ്പം തന്നെ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയുടെ ഒരു ടെക്നിക്കൽ അനാലിസിസ് കൂടി അറിയേണ്ടതുണ്ട്. ഇന്ന് 2% കൂടുതൽ ഒരു ഇടിവ് സ്റ്റോക്ക് രേഖപ്പെടുത്തുന്നുണ്ട്. ഈ ഒരു സ്റ്റോക്കിന്റെ പെർഫോമൻസ് നോക്കുന്ന സമയത്ത് കഴിഞ്ഞ മാസം, അതായത് ഫെബ്രുവരി 10-ാം തീയതിയാണ് 3270 രൂപ എന്നുള്ള ഒരു ഹയസ്റ്റ് സ്റ്റോക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നിലവിൽ സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം ട്രേഡ് ചെയ്യുന്ന ഒരു നിലവാരം എന്ന് പറയുന്നത് 2740 രൂപ എന്നുള്ളൊരു റേഞ്ചിലുമാണ്. നിലവിൽ ഈ ഒരു സ്റ്റോക്കിന്റെ അണ്ടർടോൺ എങ്ങനെയാണുള്ളത്, ഒപ്പം പ്രധാനമായിട്ടും വാച്ച് ചെയ്യേണ്ട ലെവൽസ് ഏതൊക്കെയാണ്? യെസ് ജാസ്മിൻ, മഹേന്ദ്ര നോക്കുകയാണെങ്കിൽ ഒരു മേജർ റെസിസ്റ്റൻസിൽ നിന്ന് ഒരു നല്ല രീതിയിലുള്ള സെൽ ഓഫ് നമുക്ക് ലാസ്റ്റ് 2 ദിവസമായിട്ട് മഹേന്ദ്ര കാണാൻ സാധിക്കുന്നുണ്ട്. മേജർ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 2839 to 2845 ആ ഒരു 6 റുപ്പീസിൻ്റെ ആ ഒരു റേഞ്ചിൽ നിന്നാണ് ആ ഒരു ഡ്രാസ്റ്റിക് സെൽ ഓഫ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രൈഡേ അത് ആ ഒരു ലെവൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ ടുവേഴ്സ് ദ ഡേ എൻഡ് നമുക്ക് ആ ഒരു ബയേഴ്സിനെ അട്ടിമറിച്ചുള്ള സെല്ലിംഗ് നമുക്ക് മഹേന്ദ്ര കാണാൻ സാധിച്ചു. സോ അതിൻ്റെ ആ ഒരു സെല്ലിംഗ് കണ്ടിന്യൂവേഷൻ ആണ് നിലവിലുള്ളത്. സോ മാർക്കറ്റ് എന്തായാലും നല്ലൊരു വീക്ക്നെസ്സോട് കൂടി നമുക്ക് നെക്സ്റ്റ് സപ്പോർട്ടായിട്ടുള്ള ഏകദേശം ഒരു 2611 to 28 ആ ഒരു എന്ത് പറയുന്നത് ഏകദേശം ഒരു 16-17 പോയിന്റ്സിൻ്റെ ആ ഒരു റേഞ്ചിലേക്ക് മാർക്കറ്റ് വരികയാണെങ്കിൽ, ഒരു വീക്ക്നെസ്സോട് കൂടി വരികയാണെങ്കിൽ നമുക്ക് വീണ്ടും ഒരു അപ്സൈഡ് റിവേഴ്സൽ നമുക്ക് മഹേന്ദ്രയിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ നിലവിൽ മേജർ റെസിസ്റ്റൻസ് ആയിട്ട് കണക്കാക്കാൻ സാധിക്കുന്ന ലെവൽ എന്ന് പറയുന്നത് 2839 to 2845, അതായത് ആ ഒരു ലെവൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു സ്ട്രക്ചർ ചേഞ്ച് തന്നെ നമുക്ക് മഹേന്ദ്രയിൽ എക്സ്പെക്ട് ചെയ്യാം. നിലവിലൊരു ഏകദേശം ഒരു ബെയറിഷ് അണ്ടർടോൺ, നോട്ട് ഒരു അഗ്രസീവ് ബെയറിഷ് അണ്ടർടോൺ അല്ല, ബട്ട് സ്റ്റിൽ ഒരു മൈനർ ബെയറിഷ് അണ്ടർടോൺ നമുക്ക് മഹേന്ദ്ര കാണാൻ സാധിക്കുന്നുണ്ട്. സോ ആ ഒരു ലെവൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ സ്ട്രക്ചർ ചേഞ്ച് നടത്തി ആൻഡ് നെക്സ്റ്റ് ഒരു മേജർ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ലെവൽ എന്ന് പറഞ്ഞാൽ 2942 റുപ്പീസാണ്. ഓക്കെ, സോ അതും മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ലെവൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് 3070 റുപ്പീസ്. സോ നിലവിലൊരു മേജർ സപ്പോർട്ട് ആയിട്ട് നിലവിൽ നിൽക്കുന്ന 2600, ആ ഒരു 611.28 ആ ഒരു 10 പോയിന്റ്സിൻ്റെ ആ ഒരു റേഞ്ചാണ്. അത് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് ഒരു സപ്പോർട്ടായിട്ട് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നൊരു ലെവൽ എന്ന് പറയുന്നത് 2463 to ഒരു 2470 ആ ഒരു 7 റുപ്പീസിൻ്റെ ആ ഒരു റേഞ്ച്. സോ മഹേന്ദ്ര നമുക്ക് നിലവിൽ പ്രീവിയസ് സൈഡും കൂടി നോക്കുകയാണെങ്കിൽ ഒരു വളരെ എന്ത് പറയുന്നത് ഒരു 2-3 ഡേയ്സ് കൊണ്ട് നമുക്ക് ഈ ഒരു കുറച്ചും കൂടി ഒരു ഫോൾ നമുക്ക് മഹേന്ദ്രയിൽ എക്സ്പെക്ട് ചെയ്യാം. ജാസ്മിൻ, ക്ലിയർ ആണ്. എനിവേ താങ്ക് യു ആനന്ദ്. സൂരജ് സാർ, നമ്മൾ ഇന്നിപ്പോൾ ഒരുപാട് സ്റ്റോക്സിന്റെ ഫണ്ടമെന്റൽസും അതോടൊപ്പം തന്നെ ടെക്നിക്കൽ ആസ്പെക്ട്സും ഒക്കെ തന്നെ ഡിസ്കസ് ചെയ്തു. ഇതിനപ്പുറത്തേക്ക് നമ്മുടെ മൈഫിന്റെ ഈ ഒരു ഓപ്പണിംഗ് അവേഴ്സിന്റെ പ്രേക്ഷകർക്ക് അറിയാൻ താല്പര്യമുള്ള കുറച്ച് ന്യൂസ് എപ്പോഴും നമ്മൾ ഷെയർ ചെയ്യാറുണ്ട്. അത്തരത്തിൽ ഇന്നും സാറിന്റെ പക്കൽ കുറച്ച് ന്യൂസ് അപ്ഡേറ്റ്സ് ഉണ്ട്, അതിലേക്ക് തന്നെ കടക്കാം. ജാസ്മിൻ, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, നമ്മുടെ ഈ സെൻട്രൽ സ്കീംസ് ഉണ്ടല്ലോ, അതായത് പ്രൈം മിനിസ്റ്ററിന്റെ ഓരോ സ്കീംസ് അല്ലെങ്കിൽ സെൻട്രൽ സ്കീംസിൻ്റെയൊക്കെ ഒരു റിവ്യൂ ഏതാണ്ട് നടന്നിട്ട് ഏപ്രിലിൽ ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സിൽ കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അത് ഈ ഫിനാൻസ് കമ്മീഷനില്ലേ, ഈ ഫിനാൻസ് കമ്മീഷൻ ഒരു സൈക്കിൾ ഉണ്ട്, എവറി 5 years. അപ്പോൾ ആ ഒരു പുതിയ സൈക്കിൾ തുടങ്ങുന്നതിന് മുമ്പേ ഒരു റിവ്യൂ ഓഫ് എക്സിസ്റ്റിംഗ് സ്കീംസ് ആണ് നടത്തുന്നത്. എങ്ങനെയാണ് അതിൻ്റെ ഫണ്ട്സിൻ്റെ യൂട്ടിലൈസേഷൻ ചെയ്തത്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് ആ പ്രോജക്റ്റ് വേണ്ട വിധത്തിലുള്ള ഉദ്ദേശങ്ങൾ കണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് മെൻഷൻ ചെയ്തു പോകുന്നത്. അപ്പോൾ ഇത് സാധാരണ എന്താ പറയുക, ഈ സ്കീമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ചില സമയത്ത് ചില സ്റ്റേറ്റുകളും ഒരേപോലത്തെ ഒരു സ്കീം കൊണ്ടുവരും. അപ്പോൾ ഈ രണ്ടും കൂടെ ഓവർലാപ്പ് ചെയ്തിട്ടൊക്കെയാണ് വരുന്നതെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ റിഡൻഡൻ്റ് ആയിട്ടുള്ള സ്കീംസ് അല്ലെങ്കിൽ ഉള്ള സ്കീംസ് തന്നെ കൂടുതൽ പൈസ കൊടുത്ത് അത് കുറച്ചുകൂടി ഒന്ന് പുഷ്ടിപ്പെടുത്തുക, അല്ലെങ്കിൽ സ്റ്റേറ്റ്സ് എങ്ങനെയാണ് ഇത് യൂട്ടിലൈസ് ചെയ്തത് എന്നിങ്ങനെയൊക്കെയുള്ളൊരു റിവ്യൂ ആണ് ഈ മാസം നടക്കുന്നത്. അത് ഏപ്രിലോടുകൂടി നമുക്കറിയാം അതിൻ്റെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുകയും ചെയ്തു. ഇപ്പോൾ ജൽ ജീവൻ മിഷനൊക്കെ ഏതാണ്ട് 67,000 crores ആണ് അലൊക്കേഷൻ കൊടുത്തിരിക്കുന്നത് 2025-2026 ബഡ്ജറ്റിൽ. അതുമാത്രമല്ല PM കിസാന് 63,000 crores, ഇങ്ങനെ പല, അതായത് MGNREGS ഏതാണ്ട് 86,000 കോടി, ഇങ്ങനെ പല സ്കീംസിനും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു റിവ്യൂ അവിടെ നടക്കുന്നില്ല. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഒന്ന് ആലോചിക്കേണ്ട കാര്യം, ഈ വെള്ളി ശനി ഒരു വലിയ ന്യൂസ് വന്നു. അതായത് ഹീത്രൂ എയർപോർട്ട്, അതായത് ലണ്ടനിലെ ഹീത്രൂ എയർപോർട്ട് 18 മണിക്കൂറിലേക്ക് സ്റ്റാൻഡ് സ്റ്റില്ലായി. 18 മണിക്കൂർ കഴിഞ്ഞാണ് അത് ലൈവായി എന്നുള്ളത്. അതായത് അതിൻ്റെ വിസിനിറ്റിയിലുള്ള അടുത്തുള്ള ഒരു സബ്സ്റ്റേഷനിൽ തീ പിടിച്ചത് കാരണം അങ്ങോട്ടുള്ള പവർ ലൈൻസും ഈ എയർപോർട്ടിൻ്റെ ജനറേറ്ററും ഒക്കെ കേടായി എന്നാണ് പറയുന്നത്. ഏതാണ്ട് 1000-ൽ പരം ഫ്ലൈറ്റ്സ് സ്റ്റക്കായി. 1000-ൽ പരം ഫ്ലൈറ്റ്സ് സ്റ്റക്കായി എന്ന് മാത്രമല്ല, അതിൻ്റെ വേറൊരു രസം എന്താണെന്ന് അറിയാം, ഇന്ത്യയിൽ നിന്ന് 37 ഫ്ലൈറ്റാണ് അതൊക്കെ. കാര്യം ഹീത്രൂ എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ഒരു കണക്ടിവിറ്റി ഉള്ള സ്ഥലം. ഫ്രാങ്ക്ഫർട്ട് ഹീത്രൂ എന്നൊക്കെ പറയുന്നത് യൂറോപ്യൻ രാജ്യങ്ങളിൽ ഈ ദുബായ് നമ്മുടെ
ഏഷ്യയിൽ പറയില്ലേ, അതേപോലെ ദുബായ്, സിംഗപ്പൂർ എന്നൊക്കെ പറയുമ്പോൾ ഹീത്രൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടുന്ന് പല രാജ്യങ്ങളിലേക്കും പറക്കാനും കണക്ഷൻ ഫ്ലൈറ്റും ഒക്കെ വരുന്ന സ്ഥലമാണ്. അവിടുത്തെ കുറച്ച് ഫ്ലൈറ്റ്സ് അപ്പുറത്തുള്ള ഗാറ്റ്വിക് എയർപോർട്ട് അത് ഹാൻഡിൽ ചെയ്തെങ്കിൽ പോലും വളരെ ഒരു മാസീവായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു പവർ ഫെയിലുവറാണ് അവിടെ വന്നതെന്നുള്ള. അപ്പോൾ അത് എയർപോർട്ടിൽ മാത്രം നിലനിൽക്കുന്ന ഒരു കാര്യമല്ല. അതായത് ചുറ്റുവട്ടത്തുള്ള സ്ഥലങ്ങൾ, വഴിയിലുള്ള ട്രാഫിക് സിഗ്നൽസ്, ഹോട്ടൽസൊക്കെ പലരും പറയുന്നത്, ഇപ്പോൾ നമ്മൾ BBC ഒക്കെ വാച്ച് ചെയ്താൽ പറയുന്നത് വെച്ചാൽ പെട്ടെന്നൊരു ബ്ലാക്ക് ഔട്ട് വന്നതാണ്. ബ്ലാക്ക് ഔട്ട് വന്നിട്ട് റൂമിൽ നിന്ന് പുറത്തിറങ്ങാനും പറ്റും പറ്റില്ല. കാര്യം എല്ലാം ഇപ്പം ഓട്ടോമേറ്റഡാണ്, ഇലക്ട്രിക്കലി ഓട്ടോമേറ്റഡ് ആണ്, ലിഫ്റ്റ് ഇല്ല, ഒന്നുമില്ല. ഇത് പറയാൻ വരുന്നൊരു കാര്യം എന്താ പറയുക, എന്തൂരമാണ് ഒരു എനർജി സെക്ടറിനുള്ള ഇമ്പോർട്ടൻസ് എന്നുള്ളത്. അപ്പോൾ എനർജി റിലയബിലിറ്റി അല്ലെങ്കിൽ എനർജിയിലൊരു എന്താ പറയുക സെൽഫ് റിലയൻസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് മാത്രമല്ല, ഒരു സിസ്റ്റം ഇല്ലെങ്കിൽ അടുത്ത സിസ്റ്റം വരണം എന്നുള്ളത്. അതായത് ഇപ്പോൾ കോൾ ബേസ്ഡ് ആയിട്ടുള്ളൊരു നടന്നില്ല എന്നുണ്ടെങ്കിൽ അത് വേറെ എന്തെങ്കിലും കൊണ്ടുവന്ന് നമുക്ക് ഒരു ഹോട്ടൽസിനും ഒക്കെ ഒരു എമർജൻസി ബദൽ സംവിധാനം വരുമോ എന്നൊക്കെ ഉള്ളത് നമുക്ക് നോക്കേണ്ടതാണ്. ഇപ്പോൾ ഇന്ത്യയിലും ഈ പറഞ്ഞ പോലെ ഉണ്ടല്ലോ, ഇന്ത്യ ഏതാണ്ട് വേൾഡിലെ 3rd ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ആൻഡ് കൺസ്യൂമർ ഓഫ് ഇലക്ട്രിസിറ്റി ആണ്, വേൾഡ്സ് 3rd ലാർജസ്റ്റ്. നമുക്ക് ഇതേപോലെ ഒരു സംഭവം വന്നിട്ടുണ്ട്. അതായത് 2012 30th, എനിക്ക് തോന്നുന്നു 30th 31st ജൂലൈയിലാണെന്ന് തോന്നുന്നു, ലോകം കണ്ടതിൽ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് പവർ ഔട്ടേജ് നമുക്ക് വന്നതാണ്. നമുക്ക് എത്രയോ മണിക്കൂറത്തേക്ക് പോയി. അതായത് നോർത്തേൺ ഗ്രിഡും ഈസ്റ്റേൺ ഗ്രിഡും ആണ് അടിച്ചു പോയിട്ട് ഏതാണ്ട് നോർത്ത് ഇന്ത്യയും ഈസ്റ്റ് ഇന്ത്യയും ഏതാണ്ട് കുറച്ച് ഭാഗങ്ങളിലുള്ള ഈസ്റ്റ് ഇന്ത്യയൊക്കെ കൂടി ഏതാണ്ട് ബ്ലാക്ക് ഔട്ടിലേക്ക് പോയി എന്നുള്ളതാണ്. അതിന് മുമ്പ് ഏതാണ്ട് 2001 സമാനമായിട്ടുള്ള ഒരു പവർ ഫെയിലിയർ വന്നു എന്നുള്ളത്. അപ്പോൾ പവറിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇന്ത്യൻ എനർജി സെക്ടർ തന്നെ ഇപ്പോൾ ഈ പറയുന്നല്ലോ, നമ്മുടെ ഇവിടെ ഈ ട്രാൻസ്മിഷൻ ലൈൻ 11 kV ലൈനൊക്കെ കാണുന്നുണ്ടല്ലോ, ഇതൊക്കെ പവർ ഗ്രിഡ് കോർപ്പറേഷന് പണ്ട് മുതലേ കിടക്കുന്ന ലൈൻസാണ്. ഇതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത്, ഇപ്പം നമ്മൾ റെയിൽവേ ട്രാക്സിനെ കുറിച്ച് പറയില്ലേ, റെയിൽവേ ട്രാക്സിൻ്റെ ഓവറോൾ എന്തിനാണ് നമ്മൾ ചെയ്യേണ്ടത്? ഹൈ സ്പീഡ് ട്രെയിനിനെ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ ട്രാക്കുകളൊക്കെ മാറ്റി പുതിയ ഹൈ സ്പീഡ് ട്രെയിൻ, ഇപ്പോൾ ഏതാണ്ട് ലോ സ്പീഡ് ട്രെയിനിന് മാത്രം ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ട്രാക്കുകളാണ്. അതൊക്കെ മാറ്റി റെയിൽ നല്ല രീതിയിലേക്ക് പുതിയ ബുള്ളറ്റ് ട്രെയിനൊക്കെ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പുതിയ വന്ദേ ഭാരതിനും അതേപോലത്തെ സ്പീഡ് ട്രെയിൻസിനും വേണ്ടി മാറ്റുക എന്ന് പറയുന്ന അതേ ഒരു പ്രക്രിയ ഇന്ത്യയിലെ ഈ ട്രാൻസ്മിഷൻ ലൈൻസിന് നടക്കണം. ഇന്ത്യയിലെ ട്രാൻസ്മിഷൻ ലൈൻസ് ഇപ്പോൾ കിടക്കുന്ന നമ്മൾ വഴിയിൽ കാണുന്ന 11 kV ലൈൻസും ഒക്കെ ഈ പഴയ ടൈപ്പ് പവർ സിസ്റ്റത്തിൻ്റെ ട്രാൻസ്മിഷന് വേണ്ടിയിട്ടുള്ള. ഇനിയിപ്പോൾ ഒരുപാട് സിസ്റ്റംസ് ആണ് വരുന്നത്. അതായത് ഇപ്പം നമ്മൾ എന്താ പറയുക, സോളാർ എനർജിയിൽ നിന്ന് വരുന്നു, വിൻഡിൽ നിന്ന് വരുന്നു. അതുമല്ല ഇന്ത്യ തന്നെ ഈ കോൾ പ്രൊഡക്ഷൻ നന്നായിട്ട് ഇൻക്രീസ് ചെയ്ത് ട്രഡീഷണൽ ആയിട്ടുള്ള പവർ സിസ്റ്റംസ് നന്നായിട്ട് വരുമ്പോൾ ഇതിനനുസരിച്ച് ഇത് മാറുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം പവർ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, ആ സെക്ടറിനെ വളരെ ക്ലോസ്ലി ഒരു ഇൻവെസ്റ്റർ വാച്ച് ചെയ്യേണ്ടതാണ്. പിന്നെ ഒരു കാര്യം, നമ്മൾ ഈ ടാരിഫിനെ കുറിച്ച് നമ്മൾ ഈ സംസാരിക്കുന്നുണ്ടല്ലോ, ഈ ടാരിഫ് വന്ന് ഏതൊക്കെ ലെവൽ വരെ പോയി എന്നറിയോ? അതായത് ഇപ്പോൾ കാറ്, കോള കമ്പനീസ്, ബൈക്ക്, ഫാർമസ്യൂട്ടിക്കൽ, IT, സോഫ്റ്റ്വെയർ, ഇതൊന്നുമല്ല. അതിൽ നിന്നൊക്കെ മാറി ഇപ്പം എന്താ വെച്ചാൽ ചൈനീസ് ഷിപ്സ്. ഇപ്പം ട്രംപ് പറഞ്ഞിരിക്കുകയാണ്, അല്ലെ ട്രംപ് എന്ന് പറയാൻ പറ്റില്ല, ബൈഡന്റെ ലാസ്റ്റ് കാലഘട്ടത്തിലും ഇത് വന്നാണെന്ന് തോന്നുന്നു കേട്ടോ, ഈ ട്രംപ് ചാർജ് എടുക്കുന്നതിന് മുമ്പ്. അതായത് ചൈനീസ് ബേസ്ഡ് ഷിപ്പ് അമേരിക്കൻ പോർട്ടുകളിൽ വയ്ക്കുകയാണെങ്കിൽ ഒരു ടാരിഫ് ഉണ്ട്, ഒരു ഫൈൻ പോലെ, ഒരു ഫീസ് പോലെ. അതായത് അതായത് 2 തരം ഷിപ്പുകളുണ്ട്. അതായത് ചൈനീസ് ബിൽറ്റ് ഷിപ്പ്, അതായത് ചൈനീസ് കമ്പനികൾ. ചൈന ഇപ്പം ഭയങ്കര രീതിയിൽ, അതായത് എനിക്ക് തോന്നുന്നു 2000 7% മാർക്കറ്റ് ഷെയർ ഗ്ലോബൽ ഷിപ്പിംഗിൽ അവർക്കുണ്ട്. ഇപ്പം ഏതാണ്ട് 53% അവരാണ്. ലോകത്തെ 90% കണ്ടെയ്നർ, നമ്മൾ വഴി കാണുന്ന കണ്ടെയ്നറൊക്കെ ചൈനീസ് മെയ്ഡാണ്. മറ്റേ ഗ്ലോബൽ ഇപ്പോഴുള്ള പുതിയ ഷിപ്സിന്റെ ഓർഡറിലും 60% ആണ് അവർക്ക് ഓർഡറുള്ളത്. അത് കഴിഞ്ഞ് കൊറിയ, ജപ്പാനൊക്കെയാണ് വലിയ കൺട്രി. എന്നാലും ചൈന ഡോമിനേറ്റ് ചെയ്യണ ഒരു ഷിപ്പിംഗ്. അപ്പോൾ 2 ടൈപ്പ് ഷിപ്പ് ഉണ്ട്. അതായത് ചൈന ബിൽറ്റ് ഷിപ്പ്, രണ്ടാമത് ചൈനയുടെ ഫ്ലാഗ് വെച്ചിട്ടുള്ള ഷിപ്പ്. ചൈന ബിൽറ്റ് ഷിപ്പ് എന്ന് പറയുമ്പോൾ വേറെ കൺട്രിയുടെ ഫ്ലാഗ് വെച്ചാലും ചൈന ബിൽറ്റ് ഷിപ്പാണ്. അല്ലാത്തത് ചൈനയുടെ തന്നെ ഫ്ലാഗ് വെച്ചിട്ടുള്ള ഷിപ്പ്. ഈ രണ്ടിനും 2 ഫൈനാണ്. അത് എനിക്ക് തോന്നുന്നു ചൈന ബിൽറ്റ് ഷിപ്പിന് ഏതാണ്ട് എനിക്ക് തോന്നുന്നു അവർ 1.5 മില്യൺ ആണ് ഒരു എൻട്രിക്ക് വെച്ചത് $. അത് ചൈന ബിൽഡ് ചെയ്തിട്ട് വേറൊരു കൺട്രിയുടെ ഫ്ലാഗ് ആണ് വെക്കണമെങ്കിൽ അതിന് $1 മില്യൺ ഒക്കെ കണ്ടാണ് ഇത് വയ്ക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ ഇത് ശരിക്കും പറഞ്ഞാൽ അവർ പറയുന്നത് US ബേസ്ഡ് ഷിപ്പിംഗ് കമ്പനിക്ക് അത് ഡെവലപ്പ് ചെയ്യണം. അതായത് ഡൊമസ്റ്റിക് മാർക്കറ്റ്, നമ്മൾ പറഞ്ഞ ആ ടാരിഫ് ഉണ്ടല്ലോ, ഇന്ത്യൻ ഓട്ടോമൊബൈൽ കമ്പനിയൊക്കെ രക്ഷപ്പെടുത്തിയിരിക്കുന്ന പ്രൊട്ടക്ഷനിസ്റ്റ് ടാരിഫ്, അതുപോലെ തന്നെ US ഷിപ്പിംഗ് കമ്പനീസിനെ സഹായിക്കാനാണ് എന്നുള്ള രീതിയിലാണ് അമേരിക്ക ഇത് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ വാസ്തവം എന്താണെന്നറിയോ? ഇതിനൊരു പ്രശ്നം എന്ന് വെച്ചാൽ ചൈനയ്ക്ക് ഏതാണ്ട് 5500 വെസൽസ് ഉണ്ട്. ആ 5500 വെസൽസിൽ തന്നെ ചൈന രജിസ്ട്രേഷൻ ഉള്ളത് ഏതാണ്ട് 70%. അതായത് ചൈനയുടെ സ്വന്തമായിട്ടുള്ള യൂസേജിന് അവർ യൂസ് ചെയ്യുന്നു. ഇപ്പുറത്തെ സൈഡിൽ അമേരിക്കയ്ക്ക് എത്ര ഉണ്ടെന്ന് അറിയോ? ഏതാണ്ട് 200 വെസലേ ഉള്ളൂ. ആ 200 വെസലിൽ ഏതാണ്ട് 43% ആണ് US ഫ്ലാഗ്സ് വെച്ചിട്ടുള്ളത്. US കൊടി വെച്ചിട്ടുള്ളത് 43%. അതായത് അങ്ങനെ ഒരു സംഭവം വന്ന ഇപ്പം അവിടുത്തെ US അഡ്മിനിസ്ട്രേഷൻ പറയണമെന്നറിയോ? അതായത് നമ്മുടെ ട്രേഡുകളിലെ 20% തൊട്ട് 40% വരെ നമ്മുടെ ഷിപ്പിംഗ് കമ്പനികളിലേക്ക് വരണം, എന്നാലേ നമ്മുടെ ഷിപ്പിംഗ് നന്നാവുള്ളൂ എന്നുള്ള. വാസ്തവം എന്താണെന്ന് വെച്ചാൽ
അമേരിക്കൻ ഷിപ്പിംഗ് ലൈൻസ് ഇത് ഹാൻഡിൽ ചെയ്യാനായിട്ട് മെച്യൂർ ആയിട്ടില്ല, ചൈന എടുത്ത് കിടപിടിക്കാനായിട്ടില്ല. അപ്പോൾ ഇതുമൊക്കെ അതിൻ്റെ ഒരു നെഗറ്റീവ് എഫക്റ്റ് ആണെന്നുള്ളത്. പിന്നെ വേറൊരു ഇതിനൊരു ദൂഷ്യവശം കൂടെ ഉണ്ട്. അതായത് ഇത് ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നതെന്നറിയോ, അതായത് ഷിപ്പുകൾ പോർട്ടിലേക്ക് തരും, തിരിച്ചത് കാലിയായിട്ട് പോകും. അങ്ങനത്തെ രീതിയിലേക്ക് വന്നാൽ ഏറ്റവും കൂടുതൽ അവിടെ അഫക്റ്റ് ചെയ്യാൻ പോണ സെക്ടർ ഏതെന്നറിയോ, അമേരിക്കൻ അഗ്രികൾച്ചർ. കാര്യം ഈ അഗ്രികൾച്ചറിന്റെ ഒരുപാട് പ്രോഡക്ട്സ് ഇപ്പോൾ ഇന്ത്യ തന്നെ ടാരിഫായിട്ട് ട്രംപ് പറയുന്നത് അഗ്രികൾച്ചർ നമ്മൾ ഓപ്പൺ ചെയ്യണം, അഗ്രികൾച്ചർ ഓപ്പൺ ചെയ്യണം എന്നാണ്. ഈ ഫാർമേഴ്സാണ് ഏറ്റവും കൂടുതൽ അത് അഫക്റ്റ് ചെയ്യാൻ പോകുന്നത്. പിന്നെ എനർജി, അതായത് നമ്മൾ LPGയും ഓയിലും ഒക്കെ ഇവിടുന്ന് അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ട് നമ്മൾ എടുക്കണം എന്നാണ് ഇപ്പോൾ അമേരിക്ക വാശി പിടിക്കുന്നത്. അതിനെ പോലും ഇത് അഫക്റ്റ് ചെയ്യുന്നുള്ളത്. അപ്പോൾ എന്താണ് ഇത്, കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള മൂവ് ആണോ, അല്ലെങ്കിൽ ഒരു ഡിസ്റപ്ഷൻ എന്നുള്ളത് വെറുതെ ഒരു എന്താ പറയുക ഒരു പൊളിറ്റിക്കൽ മോട്ടീവിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവരുടെ പൊളിറ്റിക്കൽ കോൺസ്റ്റിറ്റ്യുവൻസിക്ക് വേണ്ടിയെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടാണോ വരുന്നതെന്നുള്ളത് നമുക്ക് ഇന്നും അറിയില്ല. ബട്ട് ഈ വക കാര്യങ്ങൾ പൊതുവെ ശ്രദ്ധയിൽ നമ്മൾ പെടുത്തുന്നു മാത്രം. യെസ്, ഏതായാലും ഓപ്പണിംഗ് അവേഴ്സിന്റെ ഇന്നത്തെ ഒരു സെഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യേണ്ടതുണ്ട്. മാർക്കറ്റ് വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. ഓരോ മണിക്കൂറിലും മാർക്കറ്റിന്റെ അപ്ഡേറ്റ്സും അനാലിസിസും ഒക്കെ ആയിട്ട് ഞങ്ങളുടെ ടീം നിങ്ങളോടൊപ്പം ചേരുന്നതാണ്. ഇനി ഓപ്പണിംഗ് അവേഴ്സിന്റെ ഒരു പുതിയ സെഷനിൽ നാളെ കാണാം. അതിനപ്പുറത്തേക്ക് കൂടുതൽ അനാലിസിസും അപ്ഡേറ്റ്സുമായിട്ട് ഓരോ മണിക്കൂറിലും മൈഫിൻ ടീം നിങ്ങളോടൊപ്പം ഉണ്ടാകും. സ്റ്റേ ട്യൂൺഡ്.